സായിരാം. പ്രഭാട്ന പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ പ്രഭാട്ന ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരോടും അഭ്യർത്ഥനയുള്ളൂ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്പീഡ് ഇത്തിരി കൂടുതലാണെന്ന്. പക്ഷേ ആ സ്പീഡ് കൂടുന്നതിൻ്റെ ഒരു കാരണം അത് ഒരു പറഞ്ഞു പോകുന്ന ഫ്ലോയിലാണ്. ഒന്ന് എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൂടുതൽ ഇതിലേക്ക് കേന്ദ്രീകരിക്കുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. സായിരാം. പ്രഭാരട്ടിനെ ക്ഷണിച്ചോളൂ. ഉണ്ട്, കേൾക്കുന്നുണ്ട് പ്രഭാട്ട. സായിരാം. ശാന്താകലുഷഹരണം സത്യസായി സർവേശം ആസം പ്രശാന്തി നിലയം മുക്തിമുക്തിപ്രദാതം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഈ ക്ലാസ്സിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്നത്തെ ഈ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആരും ഇടയിൽ നമ്മുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുകയോ അതേപോലെ വീഡിയോ ഓൺ ചെയ്യുകയോ സ്ക്രീൻ ഷെയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് സാധിക്കുന്നവർ എഴുതിയെടുക്കുക. ഞാൻ കഴിയുന്നത്ര സ്ലോയിൽ പറയാൻ ശ്രമിക്കാം. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് പറഞ്ഞിരുന്നല്ലോ, കുറച്ച് എഴുതിയെടുക്കാൻ പാകത്തിൽ പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് വളരെ സ്ലോ ആയി പോകും. അത്രയും സ്ലോ ആയാലും എന്തായാലും ഞാൻ നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മള് ധ്യാനത്തെ കുറിച്ചിട്ടുള്ള 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോ ഇതില് ആദ്യം മുതലുള്ള നമ്മളുടെ ക്ലാസ് അതില് കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയേണ്ടി വരുന്നത്. കാരണം ഇതെല്ലാം ടോപ്പിക്ക് ഏതാണ്ട് തമ്മിൽ ബന്ധമുള്ള ടോപ്പിക്കാണല്ലോ. അപ്പൊ നമ്മൾ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ എല്ലാം വളരെ വിശദമായി തന്നെ 2 ക്ലാസ്സിൽ പറയേണ്ടായി. അഷ്ടാംഗ യോഗത്തിലെ 7ാമത്തെ സ്റ്റെപ്പാണല്ലോ ധ്യാനം. അതുകൂടാതെ ഭഗവാൻ ധ്യാനത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു അല്ലെ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതാണല്ലോ അഷ്ടാംഗ യോഗം. അതിൽ ആദ്യത്തെ ആ ധാരണ വരെ 6 എണ്ണം നമ്മൾ വളരെ വിശദമായിട്ട് പറയണ്ടായി. ഇതില് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രൂപ്പ് 2-ല് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിൽ വരുന്നുണ്ട്. അഷ്ടാംഗ യോഗത്തിന്റെ തന്നെ അതിന്റെ ഹയർ ലെവൽ, അതായത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതിന്റെ സംക്ഷിപ്തമായിട്ട് നമ്മളുടെ ഗ്രൂപ്പ് 2-ല് കുട്ടികൾക്ക് നമ്മളത് അത്ര ഇതായതുകൊണ്ട് കുറച്ച് നമ്മളങ്ങനെ പഠിപ്പിക്കാറോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യമോ ഒന്നും വരാറില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ജ്ഞാന അഷ്ടാംഗ യോഗം എന്നുള്ളത് ഒരു ഭാഗം അതിൽ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇതന്നെ ഈ അഷ്ടാംഗ യോഗത്തിന്റെ കാര്യം തന്നെ അതിന്റെ കുറച്ചുകൂടി അതിന്റെ ഡീപ്പർ ലെവല്, അതായത് ജ്ഞാനത്തിന്റെ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ ഒരു രൂപം. അതിൽ സംസ്കൃത ശ്ലോകത്തിലാണ് അത് പറയുന്നത്. നമ്മളത് സംസ്കൃതമൊക്കെ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ
മലയാളമായിട്ടുള്ള അർത്ഥം മാത്രമേ പഠിക്കുന്നുള്ളൂ. സംസ്കൃത ശ്ലോകം എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് അത്രയധികം വിശദമാക്കാൻ നമ്മൾ അതിലേക്ക് തയ്യാറല്ല. ആരെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ നോക്കാം. പക്ഷെ വലിയൊരു ടോപ്പിക് ആയിരിക്കും അത്. ഈ അഷ്ടാംഗ യോഗത്തിന്റെ ജ്ഞാനത്തിന്റെ ലെവലിലുള്ള ഏതാണ്ട് ഒരു ധാരണ, നമുക്ക് അർത്ഥം, അതാണ് ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധ്യാനത്തിന്റെ സാങ്കേതിക വശങ്ങളും ധ്യാനത്തിന്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷെ ധ്യാനം എന്നുള്ള പ്രക്രിയ ഭഗവാൻ പറഞ്ഞ രീതിയിൽ കോൺസെൻട്രേഷൻ, കോൺടെംപ്ലേഷൻ ആൻഡ് മെഡിറ്റേഷൻ, ഇങ്ങനെ 3 പ്രക്രിയകൾ ഉൾപ്പെടുന്ന ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ത്രിശകി ബ്രാഹ്മണോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത്. ത്രിശകി ബ്രാഹ്മണോപനിഷത്ത് ഒരു ഭാഗമാണത്രേ ഈ പറയുന്ന ജ്ഞാന അഷ്ടാംഗ യോഗ എന്നുള്ള ഈ ഭാഗം. അതിൽ പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ യമം. എന്താണ് യമം? നമ്മൾ യമത്തെ കുറിച്ച് ധാരാളം പഠിച്ചു അല്ലെ? അഹിംസ, സത്യം, അസ്തേയം, അതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ അത് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തെയും, അതായത് ശരീരത്തെയും ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും, അതായത് ശരീരബോധം അല്ലെ ഇല്ലാതെ ആ ഒരു സമ്പുഷ്ടമായ ജീവിതം നയിക്കുന്നതിനെയാണ് യമം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ശരീരബോധം, ദേഹബോധമില്ലാതെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ഒതുക്കിയിട്ട് ആ ജീവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് യമം. നിയമോ രണ്ടാമത്തെ സ്റ്റേജ്, നിയമം. അങ്ങനെ ഒതുക്കിയ ആ ചിന്ത അത് ഈശ്വരനിൽ ശ്രദ്ധിക്കുമ്പോൾ അത് നിയമമായി, ജ്ഞാനങ്ങളിലൂടെ അത് നിയമമാകും. അതായത് യമത്തിലൂടെ നാം ഇന്ദ്രിയങ്ങളെയൊക്കെ റെഡിയാക്കുന്നു. നിയമത്തിലൂടെ ആ റെഡിയാക്കിയ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വര ചിന്ത, ഈശ്വരനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതാണ് നിയമം. അപ്പൊ ഈ 2 യമനിയമങ്ങളിലൂടെ കടന്നു വീണം ആ സ്റ്റെപ്പ് കയറിയിട്ട് ധ്യാനത്തിലെത്താൻ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പൊ യമവും നിയമവും ഇല്ലാതെ നമ്മൾ ഒരിക്കലും ധ്യാനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പൊ മൂന്നാമത്തത് ആസനം. ആസനത്തിൽ എന്താ ചെയ്യുന്നത്? ഇരുപ്പുറപ്പിക്കുകയാണ്. എന്താ? ഭൗതിക ലോകത്തിൽ നിന്ന് മനസ്സ് ലയിപ്പിക്കാതെ, ഭൗതിക ലോകത്തിലെ മനസ്സിൽ ലയിപ്പിക്കാതെ ഈശ്വര ചിന്തയിൽ നമ്മളെ ഇരിക്കാൻ പാകത്തിൽ ഇരിപ്പുറപ്പിക്കണം. ഈശ്വര ചിന്തയിൽ ഒരു സുഖാസനത്തിലൊക്കെ നമ്മൾ പറയണ്ടായി, അതിനെക്കുറിച്ച് കുറെ ഡിസ്കസ് ചെയ്തു. അതാണ് ആസനം. അപ്പൊ യമമായി, നിയമമായി, ആസനമായി. നാലാമത്തെ എന്താ? പ്രാണായാമം. പ്രാണായാമത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി. പിന്നെയോ പ്രാണനെ നിയന്ത്രിക്കുന്നു. പ്രാണായാമത്തിൽ പ്രാണനെയും കൂടി നിയന്ത്രിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കി, ദേഹത്തെ, ശരീരത്തെ അടക്കി. പിന്നെ ഇതാ പ്രാണായാമത്തിൽ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാണനെയും കൂടി നിയന്ത്രിക്കുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും, ഓരോ പേശികളെ, അതിനൊക്കെ ഇന്ദ്രിയങ്ങളെയും പേശികളെയും എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിഞ്ഞ് നമ്മളെ യഥാ സംഹരതേ ചായം കൂർമ്മവും ഗാനീവ സർവശ എന്നൊക്കെ നമ്മൾ ആ പ്രത്യാഹാരത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു. ആ ഏരിയയിലെ 2ാമത്തെ അധ്യായത്തിൽ ആ പ്രസിദ്ധമായ ശ്ലോകം, ആമ ഇങ്ങനെ ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെ വലിക്കുന്ന പോലെ. അപ്പൊ ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ ആ ചിന്ത എത്തിക്കണം എന്നുള്ളത്, ആ ലെവലിലേക്ക് നമ്മളുടെ ഉള്ളിലേക്ക് വലിയ അല്ലെ, ഉള്ളിലുള്ള ചങ്ങാതിയെ ആശ്രയിക്കാതെ നമ്മൾ എഡ്യൂക്കെയറിൽ പറയുമ്പോൾ ഇതാണ് സംഭവം. പ്രത്യാഹാരം എത്തുന്നു. അപ്പൊ 5 എണ്ണായി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം വരെ. അടുത്തതാണ് അങ്ങനെയൊക്കെ ആക്കി ആ സ്റ്റേജിലൊക്കെ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുക്കിയിട്ട് മനസ്സിലെ ചിന്തകളെ നമ്മൾ നിശ്ചലമാക്കും. നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് പറയണ്ടായി എങ്ങനെയാ ചിന്തകളെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ വിറ്റ്നസ് ആവേണ്ട ഭാവം.
അല്ലെ? മനസ്സിലെ ചിന്തകളെ സൽചിന്തകൾ മാത്രം വരുന്നു എന്ന് ഉറപ്പാക്കുന്ന സ്റ്റേജിലേക്ക് എത്തിക്കണം. അതാണ് ധാര മുറിയാത്ത തൈലധാര പോലെ ആയിരിക്കണം സച്ചിന്തകൾ. സച്ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഈശ്വര ചിന്തകൾ. അങ്ങനെ ആക്കി മാറ്റണം. ആ സ്റ്റേജാണ് ധാരണ. ഇവിടെ വരെയാണ് നമ്മൾ എത്തിയത്. ശരിക്കും പറഞ്ഞാല് ഈ ധാരണയില് ഈ ഈശ്വര ചിന്തയിൽ തന്നെ ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയതിന് ശേഷം ഞാൻ ഈ ഒന്ന് പറയുമ്പോൾ പഴയത് മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിപ്പോ 6ാമത്തെ സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. ഈ 6ാമത്തെ സ്റ്റെപ്പിൽ ഇരിക്കുമ്പോൾ അതുവരെ കയറി വന്ന സ്റ്റെപ്പിന്റെ കാര്യങ്ങൾ മറന്നിട്ട് പെട്ടെന്നാണ് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയതെന്ന് ആരും വിചാരിക്കരുത്. 1, 2 ഇത് ഇങ്ങനെ ചാടിക്കിടക്കാൻ പറ്റിയ സ്റ്റെപ്പല്ല. 1ലൂടെ തന്നെ അതേ സ്റ്റെപ്പിലൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ആ ധാരണയിലെ അറ്റ്ലീസ്റ്റ് 12 സെക്കൻഡ് ആ ധാരണയിൽ ഈശ്വരനെ അല്ലെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റെഡിയാക്കിയിട്ട് 12 സെക്കൻഡ് എങ്കിലും ആ ഭഗവാനെ മനസ്സിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. 12 സെക്കൻഡ് എങ്കിലും നമ്മൾ ആ സമയത്ത് മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. അതില് ആ മനസ്സിൽ ഫുള്ള് ഈശ്വരൻ മാത്രമായിരിക്കും. എപ്പോഴും കോണ്ടംപ്ലേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് തന്നെയാണ് കോണ്ടംപ്ലേഷൻ. ഇത് വലിയൊരു പ്രോസസ്സാണ്. ധ്യാനത്തിൽ പിന്നെ ധ്യാനം എന്ന പ്രക്രിയയിൽ ഈശ്വരന് നാമം ഏതാണ്ട് അല്ലെ നമ്മൾ ഒന്നാകുന്ന പ്രക്രിയ, ഒന്നായി തീർന്നതിന് ശേഷമാണ് സമാധി വരുന്നത്. ഒന്നാകുന്ന ആ പ്രക്രിയയാണ് ധ്യാനം. സമാധിയിൽ പിന്നെ ദേഹബോധം ഉണ്ടാവില്ല, നമ്മൾ അറിയില്ല. ഈശ്വരനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ ഭാവത്തെയാണ് ബോധാതീതാവസ്ഥ അല്ലെ? ദേഹം ബോധാതീതാവസ്ഥ, ബോധാതീതമായ അവസ്ഥയാണ് ശരിക്ക് സമാധി എന്ന് പറയുന്നത്. അപ്പൊ ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിനെയാണല്ലോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ധ്യാനം എന്നുള്ളത് ഭഗവാൻ പറയുന്നു ലൈഫ് ഈസ് മെഡിറ്റേഷൻ, അവർ മെഡിറ്റേഷൻ ഈസ് ലൈഫ് എന്ന് പറയും. അപ്പൊ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് 144 സെക്കൻഡെങ്കിലും ധാരണ 12 സെക്കൻഡ്, ധാരണ × 12 144 സെക്കൻഡെങ്കിലും ഈ ഈശ്വരനിൽ മാത്രം ശ്രദ്ധിച്ച് മനസ്സിനെ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ധ്യാനത്തിനുള്ള വലിയൊരു തുടക്കമായി വേണമെങ്കിൽ പറയാം. അതിനെ എങ്ങനെയാണ് മറ്റ് സമയങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ഈ ധ്യാനം ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് നമ്മൾ കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ചെറിയ സയന്റിഫിക് ആയിട്ടുള്ള വിവരണം കൂടി ഇന്ന് നമുക്ക് പറയാനുണ്ട്. അപ്പൊ സമാധിയിൽ പിന്നെ ഈ 144 × 12 അത്രയെങ്കിലും സമയം, അതായത് 28 മിനിറ്റും 48 സെക്കൻഡും ആയാൽ ശരിക്കും സമാധി അവസ്ഥയായിന്ന് പറയാം. അതിന് കൂടുതൽ എത്ര മണിക്ക് ആവാം. പക്ഷെ അങ്ങനെ ഒരു ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെ ഒരു ഇതിനൊക്കെ അങ്ങനെ വലിയൊരു കണക്കും കൈയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മിനിമം അപ്പൊ ഈ 144 സെക്കൻഡ് നമ്മൾ ഭഗവാനെ ഇരിക്കാൻ സാധിച്ചാൽ അത് നമുക്ക് പിന്നീടുള്ള സമയത്തേക്ക് മുഴുവൻ അതായത് ലൈഫ് ഇറ്റ്സെൽഫ് വിൽ ബി എ മെഡിറ്റേഷൻ എന്നുള്ള പ്രോസസ്സിലേക്കാവും. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ധ്യാനിക്കലൊന്നും നമ്മുടെ ധ്യാനമൊക്കെ യഥാർത്ഥത്തിലെ ധ്യാനവും നമ്മുടെ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് ഇതൊക്കെ ഒന്ന് കേട്ടാൽ മനസ്സിലാവും. ഈ ഓരോ സ്റ്റെപ്പും കയറിയിട്ടാണോ നമ്മൾ ധ്യാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല ഒരിക്കലും. പക്ഷേ ഇതിന്റെ ശ്രമം, ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറാനുള്ള ശ്രമം പോലും നടത്താതെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ മാത്രമായിട്ട് ഈ ധ്യാനത്തെയോ ധാരണയോ അല്ലെങ്കിൽ ഈ യോഗാസനങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ അഷ്ടാംഗ യോഗത്തെ അങ്ങനെ വർണ്ണിക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ബാക്കി ആര് കൊടുത്താലും അവതാര പുരുഷൻ നേരിട്ട് വന്ന് ലോകത്തിന് സംഭാവന ചെയ്ത ബാലവികാസിലൂടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഒരിക്കലും ക്ലാരിറ്റിയിൽ പിന്നോക്കം പോകരുത്. ക്ലിയർ ആയിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. അവരിങ്ങനെ കുറെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ചിട്ട് കുറെ അന്ധവിശ്വാസം പോലെ ഇങ്ങനെ നടക്കുന്നവരാവരുത്. വളരെ അവരുടെ മനസ്സിനെ
ഈ കാര്യങ്ങളിലേക്ക് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് അതിന് സാധിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ അഷ്ടാംഗ യോഗമൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ധാരണയിലെ ഈ ജ്ഞാന അഷ്ടാംഗ യോഗത്തിൽ ധാരണയില് നമ്മൾ ചെയ്യുന്നത് മനസ്സിന്റെ ചിന്തകളെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളെ മാത്രം കയറ്റി വിടുന്ന ആ സമയം, അതിൽ ഈശ്വരനിൽ നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ. ഈശ്വരനും പിന്നെയോ ധ്യാനത്തിലേക്ക് വരുമ്പോൾ ഈശ്വരനും നാമം മുഴുവനുമായിട്ടും ഈശ്വരനും നാമം തന്നെ മാത്രമേ ഉള്ളൂ അവിടെ എന്ന അവസ്ഥയിലെത്തും. പിന്നെയോ സമാധിയിലെത്തുമ്പോൾ അതിനും അതീതമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നാണ് പറയാനുള്ളത്. ധ്യാന വസ്തുവിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ 144. ഈ ആരെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്, അതൊരു ദീപമാവാം, ഈശ്വര രൂപമാകാം, ഇനി എന്തു തന്നെ ആയാലും ആ ധ്യാന വസ്തുവിൽ നമുക്ക് ശ്രദ്ധിച്ച് അറ്റ്ലീസ്റ്റ് മിനിമം 144 സെക്കൻഡ് അതിനനുസരിച്ച് നമ്മൾ വിചാരങ്ങളെയും ചിന്തകളെയും നമ്മളുടെ എല്ലാ അവയവങ്ങളെയും കേന്ദ്രീകരിച്ച് അതിലേക്ക് എത്തിക്കാവുന്ന ആ പ്രക്രിയയാണ് ധ്യാനം എന്ന് ഓർക്കണം. അതായത് ധ്യാന വസ്തുവിലേക്ക് എന്തിനാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ വസ്തുവിലേക്ക് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിലേക്ക് ആകർഷിച്ച് അല്ലെങ്കിൽ അതിലേക്ക് വരുത്തി അങ്ങനെ 144 സെക്കൻഡ് നമ്മൾ മറ്റതോ അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ് ജീവിക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ ഈസ് ലൈഫ് എന്നുള്ളത്. ആ മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഐഡിയൽ കേസിന് പ്രാക്ടിക്കൽ കേസിലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ജീവിക്കുന്ന രീതിയിൽ നിന്നും അതുപോലെ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ഐഡിയൽ കേസാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഈ ഐഡിയൽ കേസിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മാർഗത്തിലൂടെ പോകും വേണം. അപ്പൊ അതാണ് നമ്മളുടെ അപ്പൊ നമുക്ക് ഇത് ഒരു ചോദ്യം വരും. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെ, ആ ധ്യാന വസ്തുവിൽ തന്നെ ധ്യാനവസ്തു ഈശ്വരനിൽ തന്നെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ബാക്കി ലോകത്ത് ധാരാളം കർമ്മങ്ങളൊക്കെ ചെയ്യാനില്ലേ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് അത് ചെയ്യുക? അവിടെയാണ് നമുക്ക് ഇൻറ്റ്യൂഷൻ, ഈ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷനും കോശങ്ങൾ പ്രവർത്തിക്കുന്ന അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഭഗവാൻ പറയുന്നു, നമ്മൾ ഒരു നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊട്ടില് കുട്ടിയെ കിടത്തിയിട്ട് കിണറ്റിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്ന അമ്മ, ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. അമ്മ അവരുടെ ചിന്ത ആ സമയത്ത് എന്തായിരിക്കും? തൊട്ടിലേക്ക് കിണറ്റിലേക്ക് കുടമെടുത്ത് കിണറ്റിലേക്ക് അറിയുന്നതോ ആ കയറിലൂടെ അത് കുടം നിറയുന്നതോ വലിക്കുന്നതോ എവിടെ ഒക്കെ തിരുത്തി ഇങ്ങോട്ട് വരുന്നോ ഒന്നും അറിയില്ല. അപ്പോഴൊക്കെ ശ്രദ്ധ മുഴുവൻ കുട്ടി അറിയുന്നുണ്ടോ എന്നായിരിക്കും. ഇതുപോലെ ആയിരിക്കണം അത്രേ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. അതിനുള്ള എളുപ്പമാർഗം നമ്മൾ ബാലവികാസ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കൃഷിക്കാരന്റെ കഥ അല്ലെ, നാരദനും എണ്ണ അറിയാതെ ചുറ്റാനൊക്കെ പറഞ്ഞ്, ഞാനിപ്പോ ആ കഥയൊന്നും പറയുന്നില്ല, അത് ഓർമ്മയുണ്ടാവല്ലോ. നീ എത്ര തവണ ഈ സമയത്ത് നാരായണ നാമം പറഞ്ഞു എന്ന് ആ മഹാവിഷ്ണു ആ നാരദനോട് പറഞ്ഞു കൊടുക്കുന്ന ആ ചെറിയ കഥ. ആ കൃഷിക്കാരൻ രാവിലെ വൈകുന്നേരവും ഒരു തവണ പറയുന്നുണ്ടല്ലോ നാരായണ. ബാക്കിയുടെ സമയത്തൊക്കെ ആ നാരായണന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന ആ പ്രക്രിയ. അപ്പൊ നിഷ്കാമകർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിലൂടെ പഠിപ്പിക്കാം. ഈ ഒരു ഭാവമാണ് ശരിക്കും ധ്യാനം. ശരിക്കും പറഞ്ഞാൽ ആ ഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ധ്യാനം. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ധ്യാനം എന്നുള്ളത് രാവിലെയും വൈകുന്നേരം 10 മിനിറ്റോ 20 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ ജപിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് പൂജാമുറിയിൽ ഇരിക്കുന്നതാണ് ധ്യാനം എന്നുള്ള അത് ധ്യാനമല്ല. അത് ധാരണ മാത്രമേ ആവുന്നുള്ളൂ, കോണ്ടംപ്ലേഷൻ മാത്രമേ ആവുന്നുള്ളൂ. മെഡിറ്റേഷൻ എന്നുള്ളത് എന്ത് പേര് വേണമെങ്കിൽ നമ്മൾ ആ എക്സസൈസിന് വേണമെങ്കിൽ ധ്യാനം കുറച്ചു നേരം ധ്യാനിച്ചു എന്നൊക്കെ പറയാം. വേറെ വാക്കുകളില്ലാത്തതുകൊണ്ട് ആ വേർഡ് ഉപയോഗിക്കാന്നേ ഉള്ളൂ. പക്ഷെ റിയൽ ധ്യാനം എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും കുട്ടികൾക്ക് മനസ്സിലാക്കണം. ആ ധ്യാനത്തിലൂടെ നേടുന്ന ആനന്ദം ജീവിതത്തിലെ ഓരോ സെക്കൻഡും പ്രവഹിച്ച് ആനന്ദ പ്രവാഹം എന്ന് പറയും. ആ പ്രവാഹം നമ്മളിലൂടെ നമ്മളാകുന്ന മീഡിയത്തിലൂടെ ആ ആനന്ദം പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. സോഴ്സ് ഭഗവാനാണ്, നമ്മളപ്പോ മീഡിയമായി. നമ്മളാകുന്ന മീഡിയത്തിലൂടെ ആ ധ്യാനത്തിലൂടെ നേടിയ ആ ആനന്ദ പ്രവാഹം പുറത്തേക്ക് ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളുടെ വാക്കായാലും വിചാരമായാലും പ്രവൃത്തിയായാലും നമ്മുടെ കർമ്മ മേഖലകളിൽ മുഴുവൻ ആ
ധ്യാനത്തിലൂടെ നേടിയ ആനന്ദത്തിന്റെ അംശം കാണണം. കണ്ടില്ലെങ്കിൽ ധ്യാനമല്ല ചെയ്തത്. വെരി സിമ്പിൾ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് പറയണേ. ഉണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, സായിരാം സായിരാം. നല്ലോണം കേൾക്കണ്ട അത്ര ദൂരത്തൊന്നും. സായിരാം സായിരാം സായിരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആ ധ്യാനത്തിലേക്കുള്ള ആ പ്രയാണം. ധ്യാനത്തിലേക്ക് നമ്മൾ പ്രയാണം അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ ഇത് കേട്ടപ്പോ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? എളുപ്പമാണ്. നമ്മളത് ഈശ്വരനെ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ദയവേത് വീഡിയോ ഓഡിയോ ഓഫ് ചെയ്യണം. വീഡിയോ ഓഡിയോ ഓഫ് ചെയ്യണം. ആരോ ഓൺ ചെയ്തിട്ടുണ്ട്? വീഡിയോ ഓഡിയോ ഓഫ് ചെയ്യണം. അപ്പൊ നമ്മള് ഈ തൈലധാര പോലെ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തൈലധാര എപ്പോഴും തൈലം അല്ലെ ധാര ഒഴിക്കുന്നത് എങ്ങനെ? തൈലം ഇങ്ങനെ ഉറ്റിട്ടല്ല, ഇങ്ങനെ ഒഴിഞ്ഞു പോകണം. അങ്ങനെ ആക്കണം നമ്മളുടെ ഈ ആനന്ദത്തിന്റെ പ്രവാഹം, ആനന്ദ പ്രവാഹം. ഇതാണ് ശരിക്കും പറഞ്ഞാല് ധ്യാനം. ഈ ലെവലിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മൾ സാധാരണ പറയുന്ന 144 സെക്കൻഡേ ഉള്ളൂ. 2 മിനിറ്റ് അല്ലെ, 2 മിനിറ്റ് പറയുമ്പോൾ 120, പിന്നെ ഒരു 24 സെക്കൻഡ്. അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഈ ചിന്ത? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നമ്മൾ പറ്റില്ല. വെരി 11 സെക്കൻഡ് പോലും പറ്റില്ല. 11 സെക്കൻഡ് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ഭഗവാൻ മുമ്പിൽ കാണുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര പിന്നിലാണ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ശ്രമം എത്രത്തോളം സൂക്ഷ്മമായിരിക്കും, എത്രത്തോളം ശ്രദ്ധയോട് കൂടി ആയിരിക്കണം മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യാൻ പാകത്തിൽ നമ്മളെ മെരുക്കിയെടുക്കാനുള്ള ശ്രമം എത്രത്തോളം ഉണ്ടാകണം. ആ യമനിയമങ്ങളിലൂടെ ഇത് ഈ ഒരു മെസ്സേജ് മാത്രം മതി ബാലവികാസിൽ കൊടുക്കാൻ. The entire Balvinas system will be okay only because of this. നമ്മുടെ വേറെ ഒരു പഠനവും നടത്തിയിട്ടില്ലെങ്കിൽ ഇതിനെ കുറിച്ച് മാത്രം ഗഹനമായിട്ട് നമ്മൾ പഠിച്ച് കുട്ടികളിൽ ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ, ഓരോ മാർഗത്തിൽ പല മാർഗങ്ങളിലൂടെ കുട്ടികളിലേക്ക് ഇത് ഈ യമനിയമാദികളെ മുഴുവൻ എത്തിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത്. നമ്മള് സിലബസിൽ പറയുമ്പോൾ യമനിയമം എന്നൊക്കെ വളരെ ഇങ്ങനെ എല്ലാ പാഠങ്ങളും ഒക്കെ പറഞ്ഞ പോലെ പോകും. പക്ഷെ ഒരു ഗുരു ശരിക്കും ഇത് മനസ്സിലാക്കിയിട്ട് തന്റെ ശിഷ്യന്റെ മുമ്പിൽ ഇത് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പല രീതിയിൽ, പല മാർഗത്തിൽ ഈ അഹിംസ, സത്യമസ്തയം അല്ലെങ്കിൽ ആ ശൗചം, സന്തോഷം എന്നൊക്കെ ആ മാർഗം അതിനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ, കൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ, കൂടെ ഓഡിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ സെൽഫ് ഓഡിറ്റ് ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ ഈ മാർഗത്തിലൂടെ ചരിക്കുകയാണ് എന്നുള്ളത് ഓർമ്മ വേണം. എപ്പോഴും പറയാറുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, ലക്ഷ്യവും മാർഗവും. ശരിക്കും പറഞ്ഞ ആധ്യാത്മികതയില് ലക്ഷ്യം എന്നുള്ളത് എപ്പോഴാ മനസ്സിലാവുക അറിയോ? ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് അത് എപ്പോഴാ മനസ്സിലാവുക അറിയോ? മനസ്സിലാവുക നമ്മൾ എപ്പോഴാണോ ലക്ഷ്യവും മാർഗവും ഒന്നാണെന്ന് തിരിച്ചറിയുന്നത്. കുറെ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുക, ഇതന്നെ ആയിരുന്നു അല്ലേ കൈവല്യം, ഇതന്നെ ആയിരുന്നു അല്ലേ മോക്ഷം, ഇതന്നെ ആയിരുന്നു എന്നോട് പറഞ്ഞിരിക്കുന്ന ആ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റേജിലേ അത് മനസ്സിലാവുള്ളൂ. ലക്ഷ്യവും മാർഗവും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അല്ലാതെ നമ്മൾ എവിടെയോ ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു കിടക്കേണ്ട, അവിടേക്ക് ഇങ്ങനെ ഉയരണം, ആകാശത്തേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ ഇതൊരു പ്രയാണം അല്ലെ. ഇത് ഒന്നാമത് നമ്മൾ മായാലോകത്ത് ജീവിക്കുമ്പോൾ ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മൈവ നാവല. അപ്പൊ ആ രണ്ടാമത്തെ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. ധ്യാനത്തിന് പറ്റിയ രണ്ടാമത്തെ വരി ശങ്കരാചാര്യര് അത് പറയുന്നത് എന്തിനാ പറഞ്ഞത്? ശങ്കരാചാര്യർ ആ ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മൈവ ന അപര എന്ന് പറഞ്ഞത്. ജീവോ ബ്രഹ്മൈവ ന അപര, ജീവനും ബ്രഹ്മവും ഒന്നു തന്നെ. അത് തന്നെയാണ് ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്. നമ്മള് ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത് ശങ്കരനാണല്ലോ ആ ഇത് പറഞ്ഞത്. അപ്പൊ ആ മിഥ്യയായ ലോകത്തിൽ ജീവിക്കുമ്പോ അതിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മള് ഈ ജീവനും ബ്രഹ്മവും ഒന്നാണെന്നുള്ള സ്റ്റേജിലേക്ക് എത്താനുള്ള പ്രയാണം, അത് നമ്മുടെ അത് ഓരോ സ്റ്റേജിലും അതിന്റെ കോൺഷ്യസ്നെസ് അല്ലെ, നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് ഈശ്വരൻ എന്ന്, അല്ലെങ്കിൽ ഈ കോൺഷ്യസ്നെസ് തന്നെയാണ് ഈ ലോകം എന്നൊക്കെ ഹയർ ലെവലിലൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇനി
ധ്യാനത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഡോക്ടർ ആനന്ദമോഹനുമായിട്ട് ഒരു സത്സംഗത്തില് സംസാരിക്കാനിടയുണ്ടായി. അപ്പോ അദ്ദേഹം ആയിട്ട് കുറെ സംസാരിക്കുന്ന സമയത്ത് കുറെ ഈ ധ്യാനത്തെ കുറിച്ചുള്ള കുറെ ഇൻപുട്സ് കിട്ടി. അതാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രത്തോളം ഗഹനമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും അതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ധ്യാനം എന്നുള്ളത് പ്രക്രിയയിലൂടെ കറക്റ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷൻ ഈസ് ലൈഫ് എന്ന് പ്രൂവ് ചെയ്യാൻ ശരിക്കും സയന്റിഫിക് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തില് അതില് വർണ്ണിക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ചിന്തകളാണ് അല്ലെ നമ്മൾ അത് മെയിനായിട്ട് ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഞാൻ ഇതിനു മുമ്പേ പലപ്പോഴും ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്ഥേഷു ഉപജായതേ സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നുള്ള ആ ശ്ലോകം ഉണ്ടല്ലോ. ആ ശ്ലോകം ജീവിതത്തിന്റെ തന്നെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ശ്ലോകത്തിന്റെ തുടക്കം അല്ലെ, സംഘം ധ്യായതോ വിഷയാൻ പുംസ, വിഷയങ്ങളുമായുള്ള സംഘത്തെ കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തോട്ട്സ് ആണ് അവിടെ പ്രശ്നം. തോട്ട് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ തോട്ട്സില് നമ്മൾ അതായത് ചിന്തകളിലൂടെ എന്താ പുറത്തേക്ക് വരുന്നത്? ചിന്തകൾ എനർജിയാണെന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. തോട്ട്സ് ആർ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞു. തോട്ട്സ് ആർ സോഴ്സസ് ഓഫ് എനർജി, ഊർജ സ്ഫുലിംഗങ്ങളാണ് അത്രേ ഓരോ ചിന്തയും. അപ്പൊ ഇന്ന് ഈശ്വര ചിന്ത അല്ലെ, ആ തോട്ട്സിന്റെ എല്ലാ ചിന്തകളുടെയും പരമകാഷ്ഠയാണല്ലോ ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകളുടെ ഊർജം ആലോചിച്ചു നോക്കും. അപ്പൊ അവിടെ പറയുന്നത് ഈ ചിന്തകളിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. ചിന്തകൾ ഫീലിങ്ങിനെ ഉണ്ടാക്കുന്നു. അപ്പൊ ഓൾ അവർ തോട്ട്, അത് ഗുഡ് ഓർ ബാഡ്, എന്ത് നല്ല ചിന്തയായാലും ദുഷിച്ച ചിന്തയായാലും അത് എന്തിനെ ഉണ്ടാക്കുന്നു? ഫീലിങ്സിനെ ഉണ്ടാക്കുന്നു. ഈ ഫീലിങ്സ് കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? നല്ല ഫീലിംഗ്, അത് ഏത് രീതിയിലുള്ള ഫീലിംഗ് ആണെങ്കിലും ആ ഫീലിംഗ് കൊണ്ട് ഉണ്ടാകുന്നത് എന്താ അറിയോ? അത് നമ്മളുടെ ബ്രെയിനിൽ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ബ്രെയിനിൽ പ്രത്യേകമായിട്ടുള്ള ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഫീലിങ്സ് ഉറപ്പാണ്. ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു നമ്മളുടെ ഫീലിങ്സിന്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഈ ഒരു ഹോർമോൺസിനെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെയോ അത് നമ്മളെ കൺട്രോൾ ചെയ്യും കുറെ കഴിയുമ്പോൾ. അതെങ്ങനെ? അത് കണ്ടിന്യൂസ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇപ്പോ ലവ്, ഭഗവാൻ ഡോക്ടർ പറയായിരുന്നു, ലവ് എന്നുള്ളതിനൊരു ഹോർമോൺ, ലവ് ഹോർമോൺസ് ഉണ്ട് അത്രേ. ദേഷ്യത്തിന് വേറെ ഹോർമോൺസ് ഉണ്ട്. 100 കണക്കിന് ഇങ്ങനെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നമ്മളുടെ വികാര വിക്ഷോഭങ്ങൾക്കനുസരിച്ച്. അപ്പൊ ഏത് വികാരത്തിനാണോ, അതായത് നമ്മളുടെ ചിന്തകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഏത് വികാരത്തിനാണോ പ്രിഡോമിനൻസ് കിട്ടുന്നത്, ശരീരത്തില് പ്രിഡോമിനൻസ് കിട്ടുന്നത്, പ്രിഡോമിനൻസ് പറഞ്ഞ പ്രാധാന്യം, ഏറ്റവും അതില് പ്രമുഖമായി നിൽക്കുന്നത്, ആ വികാരം മറ്റ് വികാരങ്ങളെ അടക്കിയിട്ട് നമ്മളുടെ മറ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കും. ഈവൻ ബ്രെയിൻ സെൽസിലേക്ക് മുഴുവൻ വ്യാപിക്കും. അത് ശരീരത്തിലെ കോശങ്ങളിലേക്ക് വ്യാപിച്ച് എല്ലാ കോശങ്ങളും, ഇപ്പൊ ഈവൻ ഡോക്ടർ പറയുന്ന സിഗരറ്റ് വലി, കള്ളുകുടി ഒക്കെ പോലും അത് അഡിക്റ്റ് ആവുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ഇതിലൂടെ കാണിച്ചു തന്നു വളരെ ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മളുടെ ഈ ഓരോന്നിനും ഇല്ല ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്കിപ്പോ ഒരാള് ഒരു അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യക്തിയോടായാലും ഒരു കാര്യത്തിനോടായാലും ഒരു തിയറിയോടായാലും നമുക്ക് ഉള്ള സ്നേഹം, ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതൊരു ഫീലിങ്സ് ആയിട്ട് മാറുകയും ആ ഫീലിങ്സിനെ നമുക്ക് ഫീലിങ്സിലൂടെ നമ്മുടെ
ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഹോർമോൺസ് കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അങ്ങനെ കുറെ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുകയാണെങ്കിൽ അത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും വ്യാപിക്കുകയും ആ ശരീരകോശങ്ങളെ കൊണ്ട് നാം ചെയ്യുന്ന മറ്റ് കർമ്മങ്ങളിലൂടെ ആ വികാരം പുറത്തേക്ക് വരികയും ചെയ്യും. ഇപ്പൊ ആനന്ദപ്രവാഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആനന്ദപ്രവാഹം എങ്ങനെയാണ് പ്രവഹിക്കേണ്ടത്, ഓരോ ആക്ഷനിലും ഓരോ കോശത്തിലൂടെയും ചെയ്യുന്ന ആ പ്രവാഹം എങ്ങനെയാണ് പ്രവഹിക്കുക എന്നുള്ളതിന്റെ ബേസിക്കാണ് ഇപ്പൊ പറയുന്നത്. അല്ലെ, അത്രയും നേരം ഈശ്വര ചിന്തയിൽ ഈശ്വരനിൽ മാത്രം ഒഴുകി ആനന്ദം, പരമാനന്ദം, അല്ലെ ആനന്ദം, സച്ചിദാനന്ദം, ആ സച്ചിദാനന്ദ പരബ്രഹ്മ സ്വരൂപത്തിനെ ധ്യാനിച്ച് കുറെ നേരം ഇരുന്നാൽ 10-20 മിനിറ്റ് നേരം ആ ധ്യാനാവസ്ഥയിലൂടെയും ജപത്തിലൂടെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ധാരാളം ഹോർമോൺസിനെ ബ്രെയിൻ ഉൽപ്പാദിപ്പിച്ച് ആ സെല്ലിലെ അതിന് പ്രിഡോമിനൻസ് ലഭിച്ച് ആ പ്രിഡോമിനൻസിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ മറ്റു കോശങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രിഡോമിനന്റ് ഫീലിംഗ് ആയിട്ട് പിന്നീട് നമ്മൾ ആ 20 മിനിറ്റ് ചെയ്തതിനെ പിന്നീട് നമ്മളുടെ ആ ദിവസത്തെ പ്രവർത്തനങ്ങളിലെ മേഖലകളിലേക്ക് മുഴുവൻ ആ കോശങ്ങളെ കൊണ്ടാണല്ലോ പ്രവൃത്തികൾ നമ്മൾ എനർജി ഉപയോഗിച്ച് ചെയ്യുന്നത്. ആ കോശങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുവൻ ഈ 20 മിനിറ്റ് കൊണ്ടുള്ളായ ആ ഹോർമോൺ ഉൽപാദനം കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് കുട്ടികളോടൊക്കെ കുറച്ച് പ്രായമായി വരുന്ന കുട്ടികളോടൊക്കെ ഇത് പറയാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ട് വിചാരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേഷ്യത്തെ ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് എന്ന് ഭഗവാന്റെ തിയറി വരെ പറയുന്നത്. ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എപ്പോഴും നമ്മൾ ആ വ്യക്തിയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് അയാളെ കുറിച്ച്, അയാൾ നമ്മളെ കുറിച്ച് ചെയ്തതും അയാളെ കുറിച്ച് നമ്മൾ ചെയ്തതും പിന്നെ അയാളോട് നമ്മൾ പ്രതികാരം ചെയ്തതും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ആ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഫീലിങ്സ് ആവും. ആ ഫീലിങ്സിന് അനുസരിച്ചുള്ള മോശമായില്ല, ഇപ്പൊ കുറെ പേരുകളുണ്ട്, എനിക്ക് അതിന്റെ പേരുകളൊന്നും, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന അതൊക്കെ ദേഷ്യത്തിന്റെ നല്ല ഹോർമോൺസ് അല്ലത്രേ. ഇപ്പൊ ലവ് ഹോർമോൺസ് നല്ല ഹോർമോൺ ഉണ്ട്. അതിന് ഡോക്ടർ പറയായിരുന്നു, ഒരു എക്സാമ്പിള്, മാതാക്കന്മാരുടെ വലിയൊരു ഭാവത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റും കൂടി ആയതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയായിരുന്നു. ഡോക്ടർ പറയായിരുന്നു, ഇപ്പൊ തൊട്ടിൽ ആ കുട്ടിയെ കിടത്തിയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കുട്ടി, മുലയൂട്ടുന്ന ഒരു അമ്മ തൊട്ടിൽ കുട്ടിയെ ഉറക്കി എടുത്തിട്ട് അടുക്കളയിൽ എന്തോ ചെറിയ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ആ കുട്ടി അപ്പുറത്ത് പെട്ടെന്ന് അറിയുകയാണെങ്കിൽ ആ ബ്രസ്റ്റിലൂടെ മുലപ്പാല് പുറത്തേക്ക് വരും എന്ന് പറയുന്നത് ആ ലവ് ഹോർമോൺസിന്റെ സാന്നിധ്യമാണ് അത്ര ഇതിന്റെ കാരണം. അത്രത്തോളം സാധ്യതയുണ്ട്. ഇത് എല്ലാവരിലും ഉണ്ടെന്നാ പറയുന്നത്. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ലവ് ഹോർമോൺസ് പുറത്തേക്ക് പ്രവഹിക്കപ്പെടുന്നു. ഇത് ധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന പറയുന്നത്. ഏത് ഈ ആനന്ദ പ്രവാഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയോട് ദേഷ്യം കാണിക്കുന്നത്, ദേഷ്യം വെക്കരുത്, ഫർഗെറ്റ് ആൻഡ് ഫർഗീവ് വേണമെന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. ഇപ്പൊ ഡോക്ടർ പറയായിരുന്നു, ഈ ലവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഓക്സിറ്റോസിൻ ധാരാളം ഉൽപ്പാദിക്കപ്പെടുമ്പോൾ ആ ലവ് ഹോർമോൺ ആണ് ഇത്രയത്. അതുപോലെയുള്ള ധാരാളം ലവ് ഹോർമോൺസ് നമ്മളുടെ സത്യസായി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കുമെന്നും അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പിന്നെ ഇതിന്റെ പ്രിഡോമിനൻസ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ അവര് പിന്നെ വേറൊരു എന്ത് കർമ്മം ചെയ്താൽ, എന്ത് ഭാവം, നല്ല കാര്യം ചെയ്താൽ അത് നല്ലതേ ആവുള്ളൂ. നല്ലതല്ലാത്തൊരു കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം അതാണ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നുള്ളതിന്റെ പിന്നിലൊക്കെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ബാഹ്യ വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ അല്ലെ, ഇപ്പോ ഡോക്ടർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ തന്നെ ആ ഇഷ്ടം അതിനെ അല്ലെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അതിൽ തന്നെയാണ് ദേഷ്യവും രാഗദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ധ്യാനം പോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ മാറ്റി നിർത്തിയത് ആ ചിന്തകളെയൊക്കെ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെയാണ് ശരിക്കും ധ്യാനം. അതിനെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈശ്വരനോട് പ്രേമമുണ്ടായാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലവ് ഹോർമോൺ അതിന് അനന്ത പ്രവാഹമാണത്. ആ ലവ് ഹോർമോൺസിന്റെ ശക്തിയിൽ ബാക്കി പല സമയത്തും
ഉൽപ്പാദിപ്പിക്കപ്പെടും. നമുക്ക് ചെറിയ ചെറിയ ദേഷ്യങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഫീലിംഗ് ആയിട്ട് മാറി അതിനെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈശ്വര കർമ്മങ്ങളിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോൺ ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് സത്തുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല നല്ല വ്യക്തികൾ, നല്ല ആൾക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ലവ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് ഈശ്വര കർമ്മങ്ങൾ. ഇനി സാധാരണ പറയുന്ന ഡോക്ടർ പറയായിരുന്നു ഇങ്ങനെ, ഒരു 30-35 വയസ്സാവുമ്പോഴേക്കും നമ്മള് അതുവരെ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ പോകും. ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഡ്രൈവിംഗ് അറിയുന്നവർക്കറിയാം. ഈ ഡ്രൈവിംഗ് ആദ്യമൊക്കെ പഠിക്കുമ്പോൾ എന്തൊരു ടെൻഷനായിരുന്നു അല്ലെ, പഠിക്കുന്നവർക്കറിയാം. ആദ്യത്തെ കാലത്തൊക്കെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വേറൊന്നും ഇല്ല. ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് ഡ്രൈവിംഗിൽ ഒരു 10 ജന്മത്തിലെ ചിന്തകളും കോൺസെൻട്രേഷൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ആണ് ഡ്രൈവ് ചെയ്യുക. പേടിച്ച് വിറച്ച് ഏത് കാലം എപ്പോ ഉപയോഗിക്കണം, ഏത് കൈ എങ്ങനെ തിരിയണം, ഇതൊക്കെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യും. പക്ഷെ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് അറിയില്ല. ആ ഡ്രൈവ് ചെയ്തുകൊണ്ട് എന്തോ കൂത്തുകളാണ് നമ്മൾ കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ ഡ്രൈവ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോ പൈലറ്റിംഗ് എന്നാണ് അതിനെ പറയാ. ഓട്ടോ പൈലറ്റിംഗ് അത് ഏറ്റെടുത്തു, പൈലറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പാർത്ഥസാരഥി ഞാൻ പറഞ്ഞില്ലേ, എന്നെന്റെ ജീവിത സാരഥ്യമേറ്റുഭവാൻ നമ്മള് തിരുപ്രകാശമോടെ കനിയേണമേ, തിരുപ്രകാശമോടെ കനിയേണമേ. അതാണ് ആ പ്രകാശം ചൊരിയുന്ന, അതായത് ഓട്ടോ പൈലറ്റിംഗ്, പൈലറ്റ് ആക്കണം ആ ഭഗവാനെ, പൈലറ്റ് ആക്കിയാൽ. അങ്ങനെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ധ്യാന സമയത്ത് അത്രയും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഡോക്ടർ പറയുന്നത്, ഈ ധ്യാന വസ്തുവിലൂടെ കാണുന്നത് പലപ്പോഴും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത, അതിനെ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് മനസ്സിൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണോ ചിന്തിക്കുന്നതിന്റെ റിയാലിറ്റി ആണോ അത് ഇമാജിനേഷൻ ആണോ എന്ന് അറിയാൻ ഒരു മാർഗമില്ല ഈ സബ് കോൺഷ്യസ് മൈൻഡ്. ഞാൻ പറയണ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ അത് സത്യമാണോ അത് വെറും ഇമാജിനേഷൻ ആണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് സബ് കോൺഷ്യസ് മൈൻഡിനില്ല. ഇതാണ് വലിയൊരു കാര്യം. അവിടെയാണ് നമ്മൾ ഈ ഓട്ടോ പൈലറ്റിംഗ് തിയറിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, സത്യസായിയുടെ നാമവും രൂപവും ആ മഹിമയും ഒക്കെ വർണ്ണിക്കുന്ന ആ നാമത്തിൽ അല്ല, ആ എപ്പോഴും ആ ഭഗവാന്റെ നാമങ്ങൾ പാടിക്കൊണ്ട് ആ ഭഗവാന്റെ സുന്ദര കോമണ രൂപവും ആ ഇങ്ങനെ കേശാദിപാദ വർണ്ണനയൊക്കെ ആസ്വദിച്ച് മനസ്സിനിങ്ങനെ മെരുക്കിയെടുത്ത്, അല്ലെ ഞാൻ അന്ന് പറഞ്ഞില്ലേ, മനസ്സാകുന്ന കുരങ്ങനെ ഹനുമാനാക്കിയാൽ അതെപ്പോഴും രാമന്റെ പാദത്തിൽ പോയി ഇരിക്കുന്നു പറഞ്ഞ പോലെ, അത് ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അനേകം ലിറ്റർ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ലിറ്റർ അല്ല അതിന്റെ യൂണിറ്റ് എങ്കിൽ പോലും ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വിചാരിച്ചോളൂ. ആ ഹോർമോൺസ് ഇങ്ങനെ അതിനെ നമുക്ക് വിറ്റാമിൻ ജി എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ആ ജി ഹോർമോൺ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ, അല്ല ഈശ്വരന്റെ ഹോർമോൺ. ആ ഹോർമോൺ ഓരോ കോശത്തിലേക്കും പ്രവഹിച്ച് ഓരോ കോശവും ഉപയോഗിച്ച് നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും പരിശുദ്ധമാക്കും. ഇതാണ് പാവനമാക്കുക, ജീവിതം പരിപാവനമാക്കുക എന്നുള്ളതിന്റെയൊക്കെ പിന്നിലുള്ള തത്വം ആയിട്ട് നമുക്ക് കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഇത് അവർക്ക് കുറച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ കുറേ പുരാണങ്ങളൊക്കെ പറയുന്നതിൽ തെറ്റില്ല കേട്ടോ, പറയണ്ടെന്നല്ല ഞാൻ പറയുന്നതിന്റെ കൂടെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അവരുടെ വീക്ക്നെസ്സിന് നമ്മൾ മുതലെടുക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ സാധിക്കണം. അവരുടെ വീക്ക്നെസ് എന്താ? അവരെല്ലാപ്പോഴും യുക്തി ഉപയോഗിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ അവർ എല്ലാത്തിനും ഒരു ബേസിക് എന്തെങ്കിലും ആഗ്രഹിക്കും. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ ചിന്തിച്ചിട്ട് തന്നെ പറഞ്ഞു കൊടുക്കൂ. എന്നാലും ഇത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ശരി, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ. അവർ ഗൂഗിൾ ഭഗവാനെ വിശ്വസിക്കുന്നവരാണ്. സത്യസായി ഭഗവാനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് ഗൂഗിൾ ഭഗവാനെയാണ്. പലരും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴും ഗൂഗിൾ ഭഗവാൻ എല്ലാം തരും. അപ്പൊ അതുപോലെ കുട്ടികൾ ഈ പുതിയ ജനറേഷനെ ഒക്കെ ഭഗവാൻ ഗൂഗിളാണ്. അപ്പൊ ആ ഗൂഗിൾ ഭഗവാൻ എല്ലാം കൊടുക്കുന്നതുകൊണ്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. ഈ ഓക്സിറ്റോസിനും ഈ ലവ് ഹോർമോണും ഒക്കെ അതിലും അവർക്ക് കിട്ടും. അപ്പൊ നമ്മൾ പറയുന്നതിനെ ഒരു ബേസിക് ഉണ്ടെന്ന് അവർ വിശ്വസിക്കും.
അറ്റ്ലീസ്റ്റ് ഗൂഗിൾ എങ്കിലും പറയുന്നുണ്ടല്ലോ എന്ന് അവർ വിശ്വസിക്കും. ഓക്കെ, അപ്പൊ 30-35 വയസ്സിന്റെ ഉള്ളിൽ നാം ഇത് നേടിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. അപ്പോഴേക്ക് ഇതിനൊക്കെ ശക്തി ക്ഷയിച്ചു പോകുന്നു. ബ്രെയിൻ സെൽസിലൊക്കെ ധാരാളം വേറെ കടന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 10 വയസ്സിന് മുമ്പേ നമ്മൾ കുട്ടികളിലേക്ക് ഇതൊക്കെ കൊടുക്കണം, അഡോളസെന്റ് സ്റ്റേജിന് മുമ്പേ ഇത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോ പൈലറ്റിംഗ് എന്നുള്ള തിയറി ആണ് ധ്യാനത്തിലൂടെ ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം. ഓട്ടോ പൈലറ്റിംഗ് എങ്ങനെ ആക്കണം? മനസ്സിനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറേ നാളുകള് ആ ധ്യാനമൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്താല് ഈ പറഞ്ഞ യമനിയമ ആസന പ്രാണായാമം പ്രത്യാഹാര ധാരണ ഇതിലൊക്കെ കടന്ന് ആ ധ്യാനാവസ്ഥ എല്ലാ ദിവസവും മുടങ്ങാതെ ആ ധ്യാനം അനുഷ്ഠിക്കുന്നവർക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ധ്യാനം അവരുടെ ജീവിതം ധ്യാനം തന്നെയാണ്. കാരണം അത്രയധികം ടൺസ് ഓഫ് ഈ ഹോർമോൺസ് അവരുടെ ജീവിതത്തിൽ ഉത്പാദിപ്പിച്ചു. അതാണ് അവരുടെ ജീവിതത്തെ കണ്ടാൽ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. മനുഷ്യീശ്വരന്മാരും അല്ലെ, അത് അവരെ ജസ്റ്റ് സ്പർശിച്ചാൽ പോലും നമ്മൾക്ക് ആ ലവ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പറയുന്നു. അത്രയും വൈബ്രേഷൻ അവരിൽ ഉണ്ടാവും എന്ന് പറയുന്നതിന് കാരണതാണ് ആ ആനന്ദ പ്രവാഹം നടക്കുക. ഞാൻ അനുഭവിച്ചതാ. ഞാൻ ഭഗവാന്റെ 70-ാം പിറന്നാളില് പ്രശാന്തി നിലയത്തിൽ വെച്ചിട്ട് നമ്മുടെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോ ഒരു മഹാപ്രതിഭയെ കണ്ടപ്പോ അദ്ദേഹം കുറെ എക്സസൈസ് പറഞ്ഞു. ആ എക്സസൈസിൽ ഒരു തവണ അദ്ദേഹം ധ്യാനനിഷ്ഠനായിരിക്കും, അദ്ദേഹത്തെ തൊട്ടു നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ തൊട്ടപ്പോ എനിക്കൊരു ഷോക്ക് പോലെ വന്ന് പിന്നീട് ഞാൻ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ആ ഓരോ നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി, ഉറപ്പായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഈ ഒരു പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ധ്യാനം. ധ്യാനം എന്നുള്ളത് സാധാരണ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് മാത്രം പറഞ്ഞാൽ പോരാ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദേഹബോധം വെടിയും എന്നൊക്കെ പറയും. അപ്പൊ ഓട്ടോ പൈലറ്റിംഗ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഈ ഭഗവാനെ പ്രതിഷ്ഠിക്കണം. അത് ഇമാജിനറി ആയിട്ട് അല്ലെ, നമ്മൾ ഭഗവാനെ ഇമാജിൻ ചെയ്യാനുണ്ട്. ഭഗവാന്റെ സുന്ദര കോമള രൂപം അല്ലെ, മുന്നിൽ കാണുന്ന പാദം തടവി വിനുസമാം ചുപ്പ് കുപ്പായമോടും ചിന്നിക്കാർ കൊണ്ടൽ പോൽ തുരുതുരെ ഉതിരും വൃത്തമാം കേശമോടും പെണ്ണക്കണ്ണന്റെ ചേതോഹര മധുരിമ വാക്കും സുതാഹാസമോടും കണ്ണേ നിൽക്ക തൃപ്പാദമിവിടെ നീ കാൺകതൻ സായിനാഥനേ, കാൺകതൻ സായിനാഥനേ. അങ്ങനെയൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ട് ഭഗവാന്റെ ആ സുന്ദര കോമള രൂപമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് നിരന്തരമായിട്ട് നടക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് ഈ ഓക്സിറ്റോസിൻ ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുന്നത്? ലിറ്റർ കണക്കിനല്ലേ. പിന്നെ ജീവിതത്തിൽ അന്നത്തെ ദിവസം അദ്ദേഹം പ്രവർത്തിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും ധ്യാനം ചെയ്യണം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ട് നാം ജപിക്കണം എന്ന് പറയുന്നത്. ഈ ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഇമാജിനേഷനെ റിയാലിറ്റി ആയിട്ട് അതിങ്ങനെ അടിച്ചുറപ്പിക്കുകയാണ്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മൾ അറിയാതെ തന്നെ അത് അജപാജപം എന്നൊക്കെ പറയാം, നമ്മൾ അറിയാതെ തന്നെ അതൊക്കെ വരും. പിന്നെ അല്ലെ, അർജുനന്റെയും ദ്രൗപതിയുടെ ഒക്കെ അല്ലെങ്കിൽ ഹനുമാന്റെ ഒക്കെ ആ രോമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഓരോ കോശവും നാം ജപിക്കുന്നു പറയുന്നതിന് കാരണം അതാണ്. അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിരന്തരമായ അഭ്യാസം വേണം. അല്ലാതെ ഇങ്ങനെ വാവനും സംക്രാന്തിക്കും ഒക്കെ മാത്രമായിട്ട് ഇതിനെ ചെയ്തുകൊണ്ടിരുന്നാൽ പറ. അതുകൊണ്ടാണ് അഭ്യാസേനെ കൗന്ദയ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് പോയിന്റ് കൃത്യം നോക്കുക. ഇതിന്റെ സയന്റിഫിക് ആയിട്ട് ഏകദേശം വലിയ രീതിയിൽ ഡോക്ടറൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഡോക്ടറൊക്കെ വിളിപ്പിച്ച് ഈ ടോപ്പിക് ഒന്ന് സംസാരിപ്പിക്കാം. ഓക്കെ, അത് വേറൊരു സ്ഥലത്തിലായിക്കട്ടെ. പക്ഷെ അതിനു മുമ്പേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. അപ്പൊ ആ ഒരു ഭാഗം ഞാനിവിടെ നിർത്തുകയാണ്. അതായത് സയന്റിഫിക് ആയിട്ടുള്ള ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ 20 മിനിറ്റോളം ഈ ധ്യാനവും ജപവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട്
ഉറപ്പായിട്ടും ആ ദിവസം മുഴുവൻ നമുക്ക് ആനന്ദപ്രവാഹം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി നമ്മുടെ അതിന്റെ സാങ്കേതിക വശത്തേക്ക് കടക്കാണ്. ധ്യാനത്തിന്റെ സാങ്കേതിക വശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബാലവികാസ് പുസ്തകത്തിലെ ഗ്രൂപ്പ് 2 ഇത് കൃത്യമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 2 പുസ്തകത്തിൽ കേട്ടോ. ആ ധ്യാനത്തിനുള്ള സാങ്കേതിക വശങ്ങളാണ്. എന്തൊക്കെയാണ്? ആദ്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സമയം, ടൈം. ധ്യാനത്തിന് ഏറ്റവും പ്രധാനം സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധ്യാനം എന്നുള്ളത് നമ്മുടെ കോൺടെംപ്ലേഷൻ, അതായത് ധാരണ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കോൺടെംപ്ലേറ്റ് ചെയ്യുക എന്നുള്ള ആ പ്രക്രിയയാണ് നമ്മുടെ ഈ പറയുന്ന ധ്യാനമായിട്ട് ഇവിടെ എടുക്കുന്നത്. ഇനി ധ്യാനം എന്ന് ഞാൻ ആ വേർഡ് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ പ്ലസ് കോൺടെംപ്ലേഷനെയാണ് ഇപ്പൊ പറയുന്ന ഈ ധ്യാനം എന്നുള്ള പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ധ്യാനം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനായിട്ട് ധ്യാനം എന്നുള്ളത് കോൺസെൻട്രേഷൻ പ്ലസ് കോൺടെംപ്ലേഷൻ, അതാണ് നമ്മൾ ഈ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണത്രേ സമയം. അതിന് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം? ഭഗവാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാജി ഇന്ദിരാദേവിയുടെ അടുത്തുനിന്ന് ഈ സായി യോഗം എന്നുള്ള ഈ പ്രക്രിയ നേരിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ പ്രക്രിയയ്ക്ക് പറ്റിയ സമയം അവര് തന്നെ പറയേണ്ടായി. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ ക്ലാരിറ്റിയോടുകൂടി അന്ന് കാലത്ത് രൂപപ്പെടുത്തിയെടുത്തത്. ആ ഇന്ദിരാദേവിയുടെ സായി യോഗത്തിന്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ബ്രാഹ്മ മുഹൂർത്തം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് ഏറ്റവും. എന്തുകൊണ്ട് 3 മണി വരെ 6 മണി 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സമയത്തും ഈശ്വരന്റെ നാമം ജപിക്കാം, ഏത് സമയത്തും ധ്യാനം ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനങ്ങനെ സമയനിഷ്ഠയൊന്നുമില്ല. അപ്പൊ 3 മണി മുതൽ 6 മണി വരെ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതാണ് ശരി എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് 3 മണി എന്തുകൊണ്ട് ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. കാരണം നമ്മൾ ഒരു 6-7 മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മളൊരു 5 മണിക്കൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുകയാണെന്ന് വിചാരിക്കാം. 5 മണിക്കൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉറക്കമൊക്കെ നന്നായി, മനസ്സ് വളരെ ശൈശവാവസ്ഥയിലായിരിക്കും. ശൈശവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കാവസ്ഥയാണ്. ശൈശവം എന്ന് പറയുമ്പോൾ നിഷ്കളങ്കയാണ്. അപ്പൊ മനസ്സിന്റെ നിഷ്കളങ്കാവസ്ഥ, ശുചിത്വം, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ഇതൊക്കെയാണ് ആ രാവിലെ നമുക്ക് കിട്ടുന്ന പ്രത്യേകത. അപ്പൊ ആ പിറവിയെടുത്ത ഉടനെ അല്ലെ നമ്മൾ എന്താ പറയണേ? രാവിലെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഞാൻ ഇതിന്റെ ആ പ്രാർത്ഥന പറഞ്ഞു, സ്വാമി ഭഗവാൻ ഐ ആം ബോൺ അഗെയിൻ, ഒരു രണ്ടാമതൊരു ജന്മമാണ് രാവിലെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശൈശവാവസ്ഥയാണല്ലോ രാവിലെ. അപ്പൊ ആ ശൈശവാവസ്ഥയില് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നിഷ്കളങ്കത്വം, അതിനെ ഉപയോഗിച്ച് ഈശ്വരനാകുന്ന മാക്സിമം നിഷ്കളങ്കത്വം പ്രാപിക്കാനുള്ള ശ്രമം, അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ പ്രാധാന്യം. 1. 2, വളരെ ശാന്തമായിരിക്കും അന്തരീക്ഷം. നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ അതും നമ്മൾ തമ്മിലുള്ള ആ വേവ് ലെങ്ത് ആ ഫ്രീക്വൻസി വേവ് ലെങ്ത് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ചുറ്റുപാടുകളിലെ ഡിസ്റ്റർബൻസ് നമ്മളെ ബാധിക്കുമെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചുറ്റുപാടും വളരെ സംശുദ്ധമായിരിക്കും. ആ സമയത്ത് പ്രഭാതത്തിൽ പ്രത്യേകിച്ച് പക്ഷികൾ പോലും ഉണരുന്നതിന് മുമ്പേ വേണമെങ്കിൽ നമുക്ക് ആ പക്ഷികളുടെ കളകളനാദം പോലും ഇല്ലാത്ത രീതിയിൽ പോലും നമുക്ക് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകത്തിൽ ശാന്തമായിരിക്കും. മറ്റൊന്നുകൂടി മൂന്നാമതൊരു കാരണം കൂടി പറയുന്നത്, ആ സമയത്ത് ഹിമാലയത്ത് നമുക്ക് ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര്, എത്രയോ കാലം മുതൽ ഉള്ള ഋഷീശ്വരന്മാര്, പലരുടെ ആയുസ് പോലും കണക്കാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഋഷീശ്വരന്മാര് ഹിമാലയത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരൊക്കെ ഓംകാരനാദം മുഴക്കുന്ന, അവരൊക്കെ മന്ത്രജപങ്ങൾ ഉരിയാടുന്ന സമയമാണ്. ഹിമാലയത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലുമുള്ള ഋഷീശ്വരന്മാര് മന്ത്രജപം, അതിന്റെ വൈബ്രേഷൻ ലോകം മുഴുവൻ നിലനിൽക്കുന്ന സമയം. അപ്പൊ 3 കാരണങ്ങളായി. ഇനിയോ ലോകത്തിലെ തന്നെ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ആ
പൂജ, ആ ഉഷാപൂജ, ആ രാവിലെ ആ പോസിറ്റീവ് വൈബ്രേഷൻ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെ, ഈശ്വര നാമ മഹിമ വരുന്ന സമയം, ഇതിന്റെ ഒക്കെ ഒരു വലിയ വൈബ്രേഷൻ ചുറ്റുപാടും നമ്മളിലും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയാ? നിഷ്കളങ്കത നമ്മൾ പറഞ്ഞു, അതുപോലെ ശാന്തതയെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഋഷീശ്വരന്മാര് മന്ത്രജപം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു, ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആ പൂജ ജപാദികളൊക്കെ ഈ സമയത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ബ്രാഹ്മമുഹൂർത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പൊ ധാരാളം ഇനിയും വേണമെങ്കിൽ നൂറുകണക്കിന് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാലം ആ സമയത്തുള്ള പൊല്യൂഷൻ കുറവാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പൊല്യൂഷൻ പുറത്തുകൂടി വളരെ അതുകൊണ്ട് നഗരസങ്കീർത്തനം കൂടി നമ്മൾ ചെയ്യുന്നതിന് കുറെ കാരണങ്ങൾ അതൊക്കെയാണ് അല്ലെ, പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിവേ ആ സമയത്ത് ധാരാളം പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള സമയത്ത് നമ്മൾ ധ്യാനം ചെയ്താൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസ് നിന്നുള്ള ഒരു എനർജി നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രയത്നം കുറച്ചുകൂടി എളുപ്പമാകും. എന്തിന്? ധ്യാനം എന്നുള്ള പ്രയത്നം അല്ലെങ്കിൽ ധാരണ എന്നുള്ള പ്രയത്നം എന്താ? 144 സെക്കൻഡ് അല്ലെങ്കിൽ 11 ആ 12 സെക്കൻഡ് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എഫർട്ട് കുറയ്ക്കും. നിങ്ങളൊരു രാവിലെ 7 മണിക്ക് ആണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലോ എഫർട്ട് വളരെ കൂടുതൽ, നമുക്ക് സാധിച്ചു തരില്ല, 1 സെക്കൻഡ് പോലും സാധിച്ചു തരില്ല. അപ്പോഴേക്ക് വേറെ അപശബ്ദങ്ങളൊക്കെ കേൾക്കും. അതുകൊണ്ട് അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുറെ നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ഇത് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്തിട്ടില്ലെങ്കിലുള്ള നഷ്ടം എന്താണ്? ആ സമയത്ത് ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അന്നത്തെ ദിവസമുള്ള ആനന്ദ പ്രവാഹം ഒക്കെ പോയി അല്ലെ. അന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് ആവുമായിരിക്കും കുറെ കാലം കഴിഞ്ഞാൽ, പക്ഷെ അത്രക്കൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് അനുസരിക്കാൻ തോന്നുള്ളൂ. അത് നമ്മളിത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ടൈമോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ധ്യാനം തന്നെയാണ്. നമ്മുടെ വാക്കും അല്ലെ ഇത് എല്ലാം ധ്യാനമായി മാറും. അതിന് നമ്മുടെ ഈ ഒരു ബ്രാഹ്മമുഹൂർത്തം തന്നെ എടുക്കാനായിട്ട് കുട്ടികളോട് ചെറുപ്പത്തിൽ നിർബന്ധിക്കണം. പലപ്പോഴും നമ്മുടെ ആ സമയത്ത് കുട്ടികളെ വിളിക്കാനും ഒക്കെ നമുക്ക് മടി കാണും. പക്ഷെ നമ്മൾ ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അപ്പോഴേ അവരെ പ്രാക്ടീസ് ചെയ്താലേ പിന്നീട് ഇത് അവർക്ക് ഉപകരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരിക്കലും സമ്മതിക്കാത്ത കാര്യമാണ് രാവിലെ എഴുന്നേക്കാത്ത സ്വഭാവം അല്ലെ. അവര് ലേറ്റ് ആയിട്ട് കിടന്നിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുന്നവരാണ് 99% കുട്ടികൾ. നമ്മൾ എത്ര തന്നെ ബാലവികാസിൽ എന്തൊക്കെ പറഞ്ഞാലും വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് രാവിലെ എഴുന്നേൽപ്പിക്കുക, ബ്രാഹ്മമുഹൂർത്തം കാണാൻ പറ്റുക. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും, ഒരു പ്രഭാതത്തെ കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയാ, ഞാൻ പ്രഭാതം കണ്ടിട്ടേ ഇല്ല ഇതുവരെയെന്ന്. അടുത്ത കാലത്തൊന്നും പ്രഭാതം കണ്ട ഓർമ്മയില്ല. അതുപോലെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രഭാതത്തെ കുറിച്ചൊക്കെ കവിത, പ്രഭാതോ എന്തോ എപ്പോഴാണ് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ കുട്ടികൾ കണ്ട് മനോഹാരിത ഒക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവുമോ? ആ പ്രഭാതത്തിൽ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ പ്രകൃതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചും പ്രകൃതിയിലുള്ള ആ സമയത്തുള്ള വൈബ്രേഷനെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും കുട്ടികൾ കണ്ടിട്ടുണ്ടാവൂ? ഉണ്ടാവില്ല. അവർ ലൈഫിൽ 99.99% പോലും പിന്നെ ഏതെങ്കിലും ജേണി സമയത്തൊക്കെ ഇങ്ങനെ കാണുന്നു അല്ലാതെ അവരായിട്ട് എഴുന്നേറ്റ് പ്രകൃതിയിലേക്ക് ഒരിക്കലെങ്കിലും നഗരസംഗീതത്തിന് പോയവർക്ക് കാണാം, അല്ലാത്തവർക്കും കാണാൻ ഭാഗ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ട. ആ സമയം ബ്രാഹ്മമുഹൂർത്തത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയണം. ആ സമയത്ത് എഴുന്നേറ്റ് പുറത്തുകൂടെ ഒന്ന് നടന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാനും ആ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനും ആ സസ്യലതാദികളും അല്ലെ അവരൊക്കെ സംസാരിക്കുന്നതും അതിന്റെയൊക്കെ ആ പോസിറ്റീവ്നെസ്സും ഉണരുന്നതും എന്തൊക്കെ പഠിക്കാൻ കുട്ടികൾക്ക് ആ പ്രകൃതിയിൽ നിന്ന്. ആ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടന്ന് ആ പക്ഷികൾ മാത്രമല്ല, ജന്തുക്കൾ മാത്രമൊന്നുമല്ല, സസ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. ഞാൻ കുട്ടികളെയൊക്കെ പണ്ട് ബാലവികാസ് കുട്ടികളൊക്കെ കാണിക്കാറുണ്ട്. വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഈ സസ്യങ്ങൾ വൈകുന്നേരം 5:30 ആകുമ്പോൾ അത് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? പല സസ്യങ്ങളെ ഇലയൊക്കെ ഇങ്ങനെ അല്ലെ അതിന്റെ ഊഷ്മളതയൊക്കെ പോകും വൈകുന്നേരം ആകുമ്പോൾ. രാവിലെ എത്ര നേരത്തെയാണ് അതിങ്ങനെ ഉഷാറായിട്ട് വരുന്നത്. ഈ ഉഷാറ്, ഈ ഒരു എനർജി നമുക്ക് രാവിലെ ധ്യാനത്തിലൂടെ കിട്ടുമെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സമയം? രണ്ടാമത്തത് ഇരിപ്പിടം. ഇരിപ്പിടം എങ്ങനെയാ വേണ്ടത്? നമ്മൾ പലപ്പോഴും പറയും സുഖാസനത്തിൽ ഇരിക്കണം എന്ന് പറയും. സുഖാസനത്തിൽ എങ്ങനെയായിരിക്കാം? സാധാരണ ഇതിൽ നിന്ന്
സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് ഉയർന്നിരിക്കണം. അപ്പോ ഒരു യോഗ മാറ്റോ അല്ലെങ്കിൽ പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുൽപ്പായോ എന്തെങ്കിലും ഒന്ന് തറയിലിരിക്കാതെ ഒന്ന് ഉയർന്നിരിക്കണം. അതിന്റെ കാരണങ്ങൾ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ആകർഷണ ശക്തി അല്ലെ, നമ്മളിലുള്ള ധ്യാനത്തിലൂടെ നാം നേടിയെടുക്കുന്ന ശക്തിയെ ചോർന്നു പോകാനുള്ള ഒരു ഇതുണ്ടെന്നൊക്കെ പറയുന്നു. എനിവേ നമ്മൾ അതിനെ കുറിച്ച് അധികം ഗവേഷണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും ശരി, തറനിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കാൻ നമുക്കൊരു സുഖവും കൂടി ഉണ്ടാവും. എന്തായാലും തറയിലിരിക്കുമ്പോൾ പൊടി പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അരിച്ചു വരിക, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അപ്പൊ തറനിരപ്പിൽ നിന്ന് ഒന്ന് ഉയർന്നിരിക്കുക. പിന്നെയോ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക എന്ന് പറയും. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക. ഈ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുന്നതിന്റെ പ്രാധാന്യം അത്ര വലുതാണെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ അതിന് പറയുന്ന കാരണങ്ങൾ ഇതാണ്. എന്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്? കിഴക്കോട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒരു വൈദ്യുതി തരംഗങ്ങൾ പോകുന്നുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. അതുപോലെ തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ തിരിച്ചിരുന്നാൽ, അതിനെ ഫേസ് ഇരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കുട്ടികളിലേക്ക്. പക്ഷെ ഇതുകൊണ്ടാണ് ഇനി വേറൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, നമ്മളെ ഒരു യാത്രയിലോ വേറെ എവിടെയാണ് ആണെങ്കിൽ ആ സമയത്ത്, ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് എങ്ങനെ ആ സ്ഥലം കിട്ടും? ഒരേ ഇരിപ്പിടവും സ്ഥലവും ഒന്നും മാറ്റരുത് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷെ ഭഗവാൻ അതിനും എളുപ്പമാർഗം പറയുന്നു. നിങ്ങളിപ്പോ രാവിലെ 5:30 മണിക്കാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ, എല്ലാ ദിവസവും 5:30 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ, 5:30 മണിക്ക് ഏതെങ്കിലും ഒരു ട്രെയിനിലോ എവിടെയെങ്കിലും യാത്രയിലാണെങ്കിൽ ആ 5:30 മണിക്ക് നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് കണ്ണടച്ച്, ഒരു ട്രെയിനിലോ കിടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെയോ ആയിക്കോട്ടെ കണ്ണടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് മാനസികമായിട്ട് പോവുക. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലെ മാനസികമായി ചിന്തിക്കുന്നതിലേക്ക് യാത്ര ചെയ്യാൻ ആർക്കും പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ആ മാനസിക യാത്രയിലൂടെ നമ്മൾ അവിടെ എത്തിച്ചേരുക നമ്മുടെ പൂജാമുറിയിൽ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രക്രിയകളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇരിപ്പിടം, കിഴക്കോട്ടോ വടക്കോട്ടോ, അവിടെയുള്ള ദിശ, അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞെടുക്കുന്നതായിട്ടുള്ള ചിന്ത, അങ്ങനെയുള്ള ധ്യാനം, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന്, അതായത് ആ സ്ഥലത്തില്ലെങ്കിൽ, ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ ഇരിപ്പിടം നമ്മുടെ സമയമായി, ഇരിപ്പിടമായി, ദിശയായി, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എന്നുള്ള ദിശയായി. ഇനിയാണ് പ്രോസസ്സ് തുടങ്ങുന്നത്. പ്രോസസ്സ് എങ്ങനെയാ തുടങ്ങുക? ആദ്യം ഞാൻ ഇന്ന് ആദ്യം അതിന്റെ രണ്ടാമത്തെ പ്രോസസ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വളരെ ഡെമോൺസ്ട്രേഷന്റെ ആദ്യത്തെ ഡെമോൺസ്ട്രേഷൻ ഇന്ന് നമ്മൾ പറയുന്നത് ആദ്യം ഇതിന്റെ ഒരുക്കങ്ങളാണ്. മാനസികമായ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാൻ, ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, പ്രശാന്ത നിലയത്തിന്റെ ജ്യോതിർധ്യാനം പഠിച്ചത് കൂടാതെ ജ്യോതിർധ്യാനത്തിന്റെ പഠനം പൂർണ്ണമായത് ഭഗവാൻ കുട്ടികൾക്ക്, അവിടെയുള്ള സ്വാമിയുടെ തൊട്ടടുത്ത സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആ കുട്ടികളെ ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഒരുക്കുക എന്നുള്ളത്, പൂജാമുറി ഒരുക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഞാൻ അതിനു മുമ്പേ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൂജാമുറി ഒരുക്കണം. പൂജാമുറി ഒരുക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പൂജാമുറി അല്ല. വീട്ടിലെ പൂജാമുറി എന്തായാലും നമ്മൾ ഒരുക്കിയിട്ട് തലേത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, വിളക്ക് കത്തിക്കുക മാത്രമേ ചെയ്യേണ്ടൂ. പക്ഷെ യഥാർത്ഥത്തിൽ പൂജാമുറി ഒരുക്കണം അത്രേ. എന്നിട്ട് വേണം ഈ ധ്യാനം എന്നുള്ള ആ പ്രക്രിയയിലേക്ക് പോകാൻ. അവിടെ ഭഗവാൻ പറയുന്നു, നമ്മൾ ശൗചം സന്തോഷം എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ശൗചം നമ്മുടെ പ്രാണായാമമൊക്കെ ചെയ്ത് അല്ലെ, അതൊക്കെ വളരെ ശ്വാസഗതിയൊക്കെ നിയന്ത്രിച്ച് ഓംകാര ജപം നടത്തും. ഓംകാര ജപമാണ് അവിടുത്തെ പ്രാണായാമം. 21 ഓംകാര ജപം നടത്തും. അത് നമ്മൾ ഓംകാര ജപം നമ്മൾ പഠിച്ച സമയത്ത് ഓംകാരം എങ്ങനെ ജപിക്കേണ്ടത് അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന എന്താ? നമ്മൾ പ്രാണായാമത്തിലൂടെ നമ്മൾ ആ ലെവലിലേക്ക് നമ്മളെ ഉയർത്തുന്ന സുഖാസനത്തിലിരുന്നു അല്ലെ, നമ്മള് യമനിയമമൊക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ പറയുന്ന. അങ്ങനെയായിട്ടാണ് നമ്മൾ ഈ പൂജാമുറിയിലേക്ക് വരുന്നത് മറ്റൊക്കെ. അങ്ങനെ നമ്മൾ സുഖാസനത്തിലിരുന്ന് അല്ലെ, നമ്മൾ സാധാരണ പ്രത്യാഹാരം ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുന്നു. പ്രാണായാമം ചെയ്യുന്നതിലൂടെ പ്രാണനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മളുടെ പൂജാമുറി റെഡി ആയിരിക്കണം. ഏത്? ഭഗവാൻ പറയുന്നു സ്പിരിച്വൽ ഹാർട്ട്.
സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വാമി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഹാർട്ടിന്റെ അടുത്തുനിന്ന് ഈ സെന്ററിലേക്ക് ഒരു നമ്മുടെ അത് സൂക്ഷ്മ രൂപമാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാറുണ്ട്. പ്രശാന്തിയിലേക്ക് നിന്ന് കേട്ടൊരു കാര്യമാണ് ഈ ഇവിടെയാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന് പറയാറില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇവിടെ സായി ഉണ്ടെന്ന്? നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ ഹൃദയേശ്വരനാണ് എന്റെ സ്വാമി എന്ന്? എന്റെ ഹൃദയത്തിൽ സ്വാമി ഉണ്ടോ? എന്റെ ഹൃദയത്തിൽ സ്വാമി ഉണ്ടോ? ഓരോ തവണയും നമ്മൾ ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടോ ഈ ഹൃദയമാണ്, ഇവിടെയാണ് സ്പിരിച്വൽ ഹാർട്ട്. കുട്ടപ്പുറത്തിൽ വെച്ചൊരു ഒരു കഥ പറയുണ്ടായി. ഒരു കുട്ടിയുടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഒരു കുട്ടിയുടെ വിശ്വാസത്തെ കുറിച്ച്. ആ കുട്ടിക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. ആ ഹാർട്ട് ഓപ്പറേഷൻ നടത്താൻ പോയപ്പോ ഈ കുട്ടി ഈശ്വരൻ ഹൃദയത്തിലാണ് വസിക്കുന്നത് അറിയുമായിരുന്നു. അപ്പൊ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറോട് ഈ കുട്ടി ചോദിച്ചു, അനസ്തേഷ്യക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചതാണ്, ഡോക്ടർ ഞാൻ ഉറക്കത്തിലായിരിക്കുമല്ലോ, എനിക്ക് കാണില്ല, എന്റെ ഹൃദയം തുറക്കുമ്പോ അങ്ങ് അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കാണും. ആ കുട്ടിക്ക് അറിയില്ല സ്പിരിച്വൽ ഹാർട്ട് മറ്റേതും തമ്മിൽ വ്യത്യാസം അറിയില്ലായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഭയങ്കര സീരിയസ്, ആ കുട്ടി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായിരുന്നു. അത്രയും സീരിയസ് ആയിട്ടൊരു സർജറിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഡോക്ടർ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ കുട്ടിയോട് സംസാരിക്കുന്നത്. കുട്ടി പറയാണ്, അങ്ങ് എനിക്ക് ഉറപ്പുണ്ട് ഇതിന്റെ ഉള്ളില് അങ്ങ് ഈശ്വരനെ കാണുന്നു, എന്റെ എല്ലാ ഭാവുകങ്ങളും ഈശ്വരനോട് അങ്ങ് പറയണം എന്ന് പറഞ്ഞു അത്ര. ഈ കുട്ടിയുടെ വിശ്വാസം നോക്കൂ, ഉറപ്പാണ്. ആ ഡോക്ടർ പറയാണ്, ഐ കുഡ് നോട്ട് ബിലീവ്. ആ സർജറി കഴിഞ്ഞിട്ട് ആ കുട്ടി അതിഗംഭീരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നപ്പോ ഈ ഡോക്ടർ തിരിച്ചുപോയി പറഞ്ഞു അത്രേ, മോനെ ഐ ഹാവ് സീൻ യുവർ ഗോഡ്, ഞാൻ നിന്നോട് എല്ലാ ഭാവുകങ്ങളും പറയാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടിയോട് പറഞ്ഞതാ. ഇത് പ്രശാന്തിയിലേക്ക് വെച്ച് ആ ഡോക്ടറുടെ ഫ്രണ്ടാണ് നമ്മുടെ അടുത്ത്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഗുരുരാജ് ഗർസലി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ സ്വാമിയുടെ ഡിവോട്ടിയും അല്ലെ, ബാംഗ്ലൂരിലെ അതിപ്രശസ്തനായ വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ നമ്മൾ കുറെ കേട്ടതുമാണ് പുട്ടപ്പുറത്ത്. അദ്ദേഹം ഒരു തവണ ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് ആ ഡോക്ടറുടെ പേര് പോലും പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. എനിവേ, ഈ പ്രാധാന്യം, ആ വിശ്വാസം. അപ്പൊ സ്പിരിച്വൽ ഹാർട്ട് എന്നുള്ളത് നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ഈ ഹൃദയസ്ഥാനത്ത് നിന്ന്, ഫിസിക്കൽ ഹാർട്ടിൽ നിന്ന് മാറി ഇവിടെ സൂക്ഷ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഹൃദയത്തിന്റെ സ്ഥാനം, അതില് ഇങ്ങനെ വിശാലമായ സ്ഥലമുണ്ടെന്ന് നമ്മൾ ധരിക്കുക. ഗംഭീര അല്ലെ, ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം അല്ലെ, നമ്മൾ പറയാറില്ലേ, എന്മനം പൊന്നമ്പലം, അതിൽ നിന്റെ ശ്രീരൂപം, എന്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം. ഞാനത് അന്ന് പറയണ്ട, ഈ പൂജാമുറിയെ ഒരുക്കുന്ന ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ പഠിക്കണം, നമ്മൾ ചൊല്ലണം അല്ലെ. നമ്മൾ തന്നെ അന്ന് ആലോചിച്ചു, നമ്മളെ ഈ ഹൃദയത്തില് ശരിക്കും ഹൃദയത്തിൽ ഭഗവാനെ ഒന്ന് ഒരു സെക്കൻഡെങ്കിലും മനസ്സിൽ ധ്യാനിച്ചിട്ട്, നമ്മുടെ ഹൃദയേശ്വരനായ ഭഗവാൻ, അത് കൃഷ്ണനായിക്കോട്ടെ, പിന്നും പൊന്നും കിരീടന്തരി വളകടകം കാഞ്ചി പൂജയിലമാല ധന്യശ്രീ വത്സസൽ കൗസ്തുഭമടകളരും ചാരുതോരന്തരാളം അല്ലെ, ശംഖും ചക്രം ഗദാ പങ്കജമത വിലസം 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിപുരമുലം പുരയേൻ മംഗളം വാ എന്ന് കൃഷ്ണനോട് പറഞ്ഞു. പീതാംബരങ്കര വിരാജിത ശംഖുചക്രം കൗമോദകീ സരസിജങ്കരുടാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി എന്ന് പറഞ്ഞ ആ കൃഷ്ണന്റെ രൂപമായിക്കോട്ടെ, സത്യസായിയുടെ രൂപമായിക്കോട്ടെ, ഒരു സെക്കൻഡ് നമ്മൾ കുറച്ചു നേരം മനസ്സിന്റെ ഉള്ളിൽ ആ പൂജാമുറിയിലൊക്കെ വിചാരിച്ച് ആ ഭഗവാനാണ് ഉള്ളിലേക്ക് വരുന്നതെന്ന് വിചാരിച്ച്, ഞാൻ ഈ പറഞ്ഞ പോലെ കനവിലും എന്നിനവിലും നിത്യകർമ്മവേളയിലും, ഇവിടെ ഈ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്, പകലിലും കൂരിരുളിലും ഈ നടയടക്കില്ല, യുഗമൊരായിരമാകിലും ഞാൻ തൊഴുതു തീരില്ല, ഇനി എനിക്കൊരു ജന്മമേകിലും പൂജ തീരില്ല, സത്യസായീശ്വര മോക്ഷമേകു ദീനവത്സലനെ. ഇങ്ങനെയൊക്കെ പാടിയിട്ട് ആ ഭഗവാനെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത് മനോഹരമായിട്ട് നമ്മളെ ഹൃദയത്തിൽ പാടിയിട്ട് ഒരുക്കുന്ന ഇവിടെ എത്ര പൂജ ചെയ്താലും തീരില്ലാത്ത ആ പൂജാമുറി, അതിനെ ഒരുക്കുന്ന ആ പ്രക്രിയ നമ്മൾ ചെയ്യേണ്ട രാവിലെ. അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ പറഞ്ഞു തന്നത്. ആ പൂജാമുറി ഒരുക്കുന്ന പ്രക്രിയ വളരെ, അതായത് ഓങ്കാര ജപത്തിലൂടെ പ്രാണായാമം ചെയ്ത് ആ വൈബ്രേഷനിലൂടെ ഈ പൂജാമുറി, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്തുതിയൊക്കെ ഒന്ന് ചെല്ലാന്നല്ലേ, ഭഗവാനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. അവർ പറഞ്ഞത് ഇതാണ്, കുട്ടപ്പുറത്തേക്ക് പോയവർക്ക് അറിയാം, ആ സ്വാമി ആ മന്ദിരത്തിലേക്ക് വരുന്ന അല്ലെ, ആ ലേഡീസിന്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ഇടയിലൂടെ വന്ന് ആ ജനസൈഡിലേക്ക് വരുന്ന ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ ചിരിച്ചുകൊണ്ട് ആ കിഴക്കുന്നുള്ള സൂര്യൻ ഉദിച്ച അല്ലെ അതിമനോഹരമായ ആ തേജസ്സോടുകൂടി എത്ര 1000 ആൾക്കാരുടെ ഇടയിൽ നിന്നും ആ ഭഗവാനെ കാണാൻ സാധിക്കും. ആ ഭഗവാൻ ഇങ്ങനെ മന്ദം മന്ദം അവരുടെ ഇടയിൽ നിന്നൊക്കെ നടന്നു വരികയാണ്. ഇവിടെയൊക്കെ വരുന്നറിയോ, ഞാൻ ക്ഷണിച്ചിരിക്കുക എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ എപ്പോഴാ എന്റെ ഭക്തന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ള ആ ഒരു അല്ലെ, ഭഗവാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളപ്പോ ആലോചിക്കണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നത് നിങ്ങളെ ദർശിക്കാനാണ്, എനിക്കാണ് ദർശനാവശ്യം, നിങ്ങൾക്കല്ല എന്റെ ദർശനം. സ്വാമിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചതാ, കാരണം സ്വാമി ഇന്ന് ടയേർഡല്ലേ, അപ്പോ ഇന്ന് ദർശനത്തിന് സ്വാമി പോകണ്ട, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ കുട്ടികള് സ്വാമി പറഞ്ഞു അത്ര, അതെങ്ങനെയാ സാധിക്കുക, എനിക്ക് എന്റെ ഭക്തന്മാരുടെ ദർശനം വേണ്ടേ, അവരുടെ ദർശനമാണ് എന്റെ ഭക്ഷണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചൊക്കെ ആ കാരുണ്യം. ഈ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ആ പ്രക്രിയ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മളൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിങ്ങനെ ആവാഹിച്ചു കൊണ്ടുവരികയാണ്, ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരികയാണ്. അപ്പൊ നമ്മൾ ആ ആപാത ചൂടം അങ്ങനെ കണ്ടിട്ട് ഒരു പ്രാർത്ഥന അല്ലെ, മുന്നിൽ കാണുന്ന പാദം തകതിനു സമാം ചൊപ്പുകുപ്പായമോടും ചിന്നിക്കാർ കൊണ്ടൽ പോൽ തുരുതുരെ ഉതിരും വൃത്തമാം കേഷ്ടമോടും കണ്ണന്റെ ചേതോഹര മധുരിമവാക്കം സുധാഹാസമോടും കണ്ണേ നിക്ക തൃപ്പാദമിവിടെ നീ കാങ്കതൻ സായിനാഥനേ, കാങ്കതൻ സായിനാഥനേ. ആ ഭഗവാനെ ഇങ്ങനെ വിളിച്ചു വരുത്ത, ഇങ്ങനെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്ത. സ്വാമി ഇങ്ങനെ മന്ദം മന്ദം നടക്കുകയാണ്. ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മളിങ്ങനെ ആ ഹൃദയം തുറന്നിരിക്കുക, വലിയ അല്ലെ 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ച പ്രഭ ചൊരിയുന്ന അത്യുജ്വല തേജസ്സോടു കൂടിയുള്ള സത്യസായീശ്വരൻ അതാ എന്റെ ഹൃദയത്തിലേക്ക് ഇതാ ഇങ്ങനെ പ്രവേശിക്കുന്നു. അവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സിംഹാസനം. ആ സിംഹാസനത്തിലേക്ക് ഇതാ ഭഗവാൻ ഇരിക്കുന്നു. വരൂ, ആസനസ്ഥനാവുകയാണ്. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ആ മാനസ പൂജ ചെയ്യേണ്ട ഭാഗം അവിടെയാണ്. ഇനിയാണ് സായി മാനസ പൂജ നാം നിർവഹിക്കേണ്ടത്. സായി മാനസ പൂജ അത് നമ്മള് ക്രൂരമ്മ ക്രൂരമ്മ ചെയ്തതുപോലെ, അല്ലെങ്കിൽ വില്ലുമംഗല സ്വാമിയാരൊക്കെ ചെയ്ത പോലെ കൃഷ്ണൻ വന്നിരിക്കും. കൃഷ്ണൻ വന്നിരിക്കും. കൃഷ്ണൻ വരാതെ ഒരു പൂജ അവർക്ക് ഉണ്ടായിട്ടില്ല. ഫിസിക്കലായിട്ടുള്ള കൃഷ്ണൻ വന്നിരിക്കും. അതുപോലെ സത്യസായി കൃഷ്ണൻ നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക് ആവിർഭവിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങളാണ്. അതിന് ജപം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഈ ജപമുണ്ടല്ലോ അതിനൊക്കെ സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കീർത്തനങ്ങളായാലും ഈ പറഞ്ഞ ഓങ്കാര ജപമായാലും, അല്ലെങ്കിൽ ഇനി മാനസ പൂജ ചെയ്യുമ്പോൾ നമ്മള് സാധാരണ ഈ സന്യാസിമാരൊക്കെ ആദ്യകാലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്മയ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ പോയ സമയത്ത് അവർക്ക് ഈ നിർമ്മാണ ശുൽക്കം, ശങ്കരാചാര്യരുടെ നിർമ്മാണ ശുൽക്കം കേൾക്കും. അവർ പലരും അത് ഇങ്ങനെ ഇതിലൂടെ വെച്ചിട്ട് ചെവിയിൽ ഇതുപോലെ വെച്ച് ഇതിലൂടെ വെച്ച് കേൾക്കും, ഹെഡ്ഫോൺ വെച്ച് കേൾക്കും. അങ്ങനെയുള്ള ഭാവമുണ്ട് അത്രേ അല്ലെ. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ആരാണ്? ആ ഭഗവാനാണ് നമ്മളോട് പറയുന്നത്. ആ ഭഗവാനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ശങ്കരൻ പറയുന്ന ആ ഭാവം നമ്മൾ പറയുന്നത് ഏത് ഭഗവാന്? ആരാണ് നീ? മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന കർണം ന ജിഹ്വ
ന ച പ്രാണനേത്ര ന ച വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഒന്ന് പറഞ്ഞു നോക്കൂ, ഇതൊന്ന് പാടി നോക്കും. നിർമ്മാണ സ്ഥലത്തെ മുഴുവൻ അവസാനം ആ 6 ശ്ലോകങ്ങളൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തും. നമ്മൾ പഠിക്കണം. ലതാ മങ്കേഷ്കർ പാടിയിട്ട് മനോഹരമായിട്ട് അത് കിട്ടാനില്ലെന്ന് തോന്നും. ലതാ മങ്കേഷ്കർ അല്ലാത്തവര് പാടിയൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. പക്ഷെ ലതാ മങ്കേഷ്കർ പാടിയ ഒരു ഈ ഞാൻ പറയുന്ന അതേ ട്യൂണില് പാടിയിട്ട് അത് പുറത്തിറങ്ങിയിട്ട് അത് വെച്ചിട്ട് ഞാൻ കുറേ ധ്യാനം ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. ധ്യാനം അത് ചെയ്ത് ആ ശിവോഹം, സ്വാമി പറയുന്ന സോഹം ജപമാണ് ഓങ്കാര ജപത്തിലൂടെ നടക്കുന്നത്. ഓഹം ഞാൻ കഴിഞ്ഞ തവണ രേചകം കുംഭകമൊക്കെ പറയേണ്ടായി. ആ രേചകം കുംഭകമൊക്കെ പ്രക്രിയ കഴിഞ്ഞു ഓങ്കാര ജപത്തിലൂടെ. അപ്പൊ ആ സോഹം ജപം നമ്മൾ നടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ സോഹം, അത് ആ ഭഗവാൻ തന്നെയാണ് ഞാനെന്ന് ഓങ്കാര ജപത്തിലൂടെ പറഞ്ഞ കാര്യം എന്താ അരക്കിട്ടുറപ്പിക്കുകയാണ് പറഞ്ഞില്ലേ. അരക്കിട്ടുറപ്പിക്കുകയാണ് ശിവോഹം ശിവോഹം, ഞാൻ ആനന്ദ സ്വരൂപനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. ഇതൊക്കെയാണ് ഒരുക്കുക, പൂജാമുറി ഒരുക്കുക. ഇനിയും സ്ഥാനമായിട്ടില്ല. ശിവമാനസ പൂജ നമുക്ക് ചൊല്ലാം. ഇതിനു മുമ്പേ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ട് അത് 1 മിനിറ്റ് നമുക്ക് ആ ഷോഡശോപചാര പൂജ എല്ലാം അറിയുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ഷോഡശോപചാര പൂജ ചെയ്യുമ്പോ നമ്മളിത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ ശിവമാനസ പൂജയിലൂടെ ഈ മാനസ പൂജയാക്കി മാറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. മധുരൈ ചെട്ടിയാര്, കുട്ടപ്പുറത്തിയിലെ മധുരൈ ചെട്ടിയാര് നമ്മൾ ഭഗവാനെ ചെറുതാക്കുകയല്ലേ എന്നൊക്കെ ചിലർ തോന്നിക്കാട്ടോ. ചെറുതാക്കുകയല്ല. ഞാൻ ഇതും കൂടി പറഞ്ഞ് ഇത് എനിക്ക് പറയാതെ നിർത്തേണ്ടി ഇടയിൽ വെച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് മധുരൈ ചെട്ടിയാര് പ്രശാന്തി ലയത്തിൽ ഒരു തവണ ഭഗവാനോട് പറഞ്ഞു, സ്വാമി അദ്ദേഹം പാതക പൂജയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, സ്വാമി ഭഗവാൻ ചെറിയ ദോഷമുണ്ട്, ഭഗവാൻ ആയുർ ഹോമം ചെയ്യണം എന്ന് പറഞ്ഞു. ആയുർ ഹോമം സ്വാമിക്ക് വേണ്ടിയിട്ട്, സ്വാമിയുടെ ആയുസിനായിട്ട് ആയുർ ഹോമം ചെയ്യണമെന്ന് കുറെ കാലം മുമ്പാ. അപ്പൊ ആ ഭക്തന്റെ ആഗ്രഹമാണല്ലോ ഭഗവാന് വേണ്ടി ആയുർ ഹോമം ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഭഗവാൻ അവിടെയുള്ള കുട്ടികളോടൊക്കെ പറയാണ്, നോക്കൂ ഈ ചെട്ടിയാരുടെ ഒരു കാര്യം, ഭഗവാന് ആയുർഹോമം ചെയ്യാനാ പറയുന്നത്. ഈ ഹോമത്തിന്റെ അധിപനായ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ എന്തൊരു നിഷ്കളങ്കം. ഭഗവാൻ അത് വഴങ്ങിക്കൊടുത്തു എന്നാ പറഞ്ഞത്. ചെയ്തോളൂ, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതാണ് ആ കാരുണ്യ സിന്ധു ചെയ്യുന്നത് അല്ലെ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ എന്ന് പറയില്ല. അപ്പൊ ആ കാരുണ്യ സിന്ധു ആയ ഭഗവാനെ ഇത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ആ ഭഗവാൻ നമ്മളുടെ ഇച്ഛക്കൊക്കെ വരണം. അപ്പൊ ആ ഭഗവാനെ നമ്മൾ ഈ ഷോഡശോപചാര പൂജ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം ഭഗവാനെ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ ധ്യാനിക്കുന്നു അല്ലെ. ഭഗവാനെ ഇങ്ങനെ ക്ഷണിക്കുന്നു, ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആ ഹൃദയമാകുന്ന, ഇവിടെയാണ് ഹൃദയം അല്ലെ. ആ ഹൃദയമാകുന്ന വലിയ 1000 ദളങ്ങളുള്ള താമര പുഷ്പ, അതൊക്കെ ഒരു സുവർണ സിംഹാസനം പോലെയൊക്കെ അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഫിസിക്കലായിട്ട് ഒരുക്കി വെച്ചിട്ട് വിചാരിച്ചത്. കാരണം ഇതിൽ അതിവിശാലമാണ് ഈ ഹൃദയം. വിശാല സർവ്വ ലോകങ്ങളും ഇവിടെയുണ്ട്. അല്ല അങ്ങനെയല്ലേ നമ്മൾ ഈ ധ്യാനത്തിലൂടെ ആ ലോകം മുഴുവൻ പ്രകാശാല് ആ ഭഗവാനെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഒരു സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്നിട്ടോ നമ്മൾ അതിന് അടുത്തിരിക്കുന്നു. അനിൽകുമാർ സാറ് കോടൈക്കനാലിൽ വെച്ചിട്ട് ഇതുപോലെ അടുത്തിരുന്നിട്ട് ഭഗവാന്റെ പാത ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ പാത ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അനിൽകുമാർ ഒബ്സർവ് ചെയ്തിരിക്കുന്നു, 2 കാലും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഇത് അനിൽകുമാറിനെ പഠിപ്പിക്കാനുള്ള ഭഗവാന്റെ മായയാണ്. 2 കാലും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഒരു കാലിന് കുറച്ച് ഉറപ്പ്, ഒരു കാലിന് അത്ര വലിയ ഭയങ്കര ലാളിത്യം. അപ്പോ ഇടത് ഭാഗത്ത് ഭയങ്കര ലാളിത്യം, വലത് ഭാഗത്ത് കുറച്ച് ഉറപ്പ്. അപ്പൊ ഭഗവാനോട് ചോദിച്ചു, സ്വാമി വാട്ട് ഈസ് ദിസ്? അപ്പൊ നീ ദൊണ്ണപ്പൊത്തു എന്ന് പറയുമല്ലോ ഭഗവാൻ, നീ ഒരു ബുദ്ധുവാണ്, എനിക്കറിയില്ലേ, ഞാൻ അർദ്ധനാരീശ്വരനാണെന്ന് നിനക്ക് അറിയില്ലേ, ഇത് പാർവതിയും ഇത് ശിവനും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ. ആ പാദമാണ് നമ്മൾ പൂജ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭഗവാന്റെ പാദത്തെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അർദ്ധനാരീശ്വര പൂജ. ആ ഭഗവാനെയാണ് നമ്മൾ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത്. ആ ഭഗവാന്റെ പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. ഹൃദയേശ്വരനായ ഭഗവാന് വേണ്ടി അങ്ങനെ ധ്യാനിച്ച്. അപ്പൊ ആദ്യത്തത് ഷോഡശോപചാര പൂജ. 16 പടികളുണ്ട്.
ഒരു പൂജാമുറിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ശ്രീകോവിലിൽ വെച്ചിട്ട് ഈ പൂജ, ഒരു വിഗ്രഹത്തെ പൂജ ചെയ്യുന്നത്, പൂജയുടെ പേരാണ് ഷോഡശോപചാര പൂജ. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഗ്രൂപ്പ് 2 പഠിക്കാത്തവരൊക്കെ ഇതിലുണ്ടാവും. അവരോട് പറയാണ്, ഒരു വിഗ്രഹത്തെ ഒരു പൂജാരി പൂജിക്കുമ്പോൾ അതിന് 16 പ്രക്രിയകളുണ്ട്. ആ 16 പ്രക്രിയകളെ ചേർത്തിട്ടാണ് ഷോഡശോപചാര പൂജ എന്ന് പറയുന്നത്. നമ്മുടെ ബാലവികാസ് കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട് ഗ്രൂപ്പ് 2-ല്. അതിൽ ആദ്യമാണ് ഈ ധ്യാനം, ഈശ്വരനെ ധ്യാനിക്കുക. രണ്ടാമത്തതാണ് ആവാഹിക്കുക. ആ ഭഗവാനെ ആവാഹിച്ചെടുത്തു നമ്മളിപ്പോ, അല്ലെ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാനെ ഇങ്ങനെ ആകർഷിച്ച് ഇങ്ങനെ ആ ശബരി ശ്രീരാമനെ കാണാനായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള തപസ്, ആ കണ്ടപ്പോഴുള്ള ആനന്ദം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു ശബരിയായിട്ട് മാറി ആ സായിരാമനെ, സായി കൃഷ്ണനെ ഇങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആവാഹിച്ച് ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഭവ്യതയോടുകൂടി ഇരുത്തി, എന്നിട്ട് നമ്മൾ അതിന് താഴെ ഇരുന്നു. ആ സിംഹാസനത്തിൽ താഴെ ഇരുന്നു ഭഗവാൻ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കുന്നു. ഒരു ശിശുവാണ്, പാവ ശിശുവായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാനിതാ നിന്റെ കൽപ്പനയ്ക്ക് റെഡിയായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞതുപോലെയാണ് ആ ലാളിത്യത്തോടുകൂടിയ ഭഗവാൻ വന്നിരിക്കുന്നത്. അവിടെ ഭഗവാൻ വന്നിരുന്നപ്പോൾ നമ്മള് തുടങ്ങി. എന്താ തുടങ്ങുന്നത്? മൂന്നാമത്തെ പടി അതാണ്. ധ്യാനം, ആവാഹനം, സിംഹാസനം. ഭഗവാനെ സിംഹാസനത്തിൽ ഉറപ്പിച്ചിരുത്തി, അല്ലെ? ആ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ഇങ്ങനെ നമ്മൾ സുവർണ സിംഹാസനം തന്നെ ഭഗവാൻ ഒരുക്കിയിരുത്തി. എന്നിട്ട് നമ്മൾ അതിന് താഴെ ഇരുന്നിട്ട് പാദ്യങ്ങൾ ചെയ്യുന്നു. പാദശാല എന്ന് പറഞ്ഞാൽ അറിയല്ലോ, പാദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പാദം ഭഗവാനെ ആ പാദ നമസ്കാരം ചെയ്ത്, പാദവന്ദനം ചെയ്ത്, പാദക്ഷാളനം ചെയ്ത് ആ ഭഗവാനെ ആദ്യം തന്നെ അഷ്ടാംഗം പ്രണമിക്കുന്നു. ഭഗവാനെ ആദ്യം ചെയ്തു, അർഘ്യം ചെയ്യുന്നു. അടുത്തത് അർഘ്യമാണ്, അഞ്ചാമത്തത് അർഘ്യമാണ്. അർഘ്യം എന്ന് പറഞ്ഞാൽ എന്താ? സൽക്കരിക്കുക. ഭഗവാനെ പല കാര്യങ്ങൾ കൊടുത്തിട്ട് സൽക്കരിക്കുന്നു. ഒരു ഗസ്റ്റല്ലേ വന്നിരിക്കുന്നു. ഏത് ഗസ്റ്റ്? ചെറിയ ഗസ്റ്റ് ഒന്നുമല്ല, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഊർജ സ്ഫുലിംഗത്തിന്റെ ഒരു പ്രതിരൂപം ഇങ്ങനെ അത് മുഴുവൻ വന്നിട്ട് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുക. അതിന് ഞാൻ സൽക്കരിക്കുകയല്ലേ ചെയ്യുന്നു, സൽക്കരിക്കുന്നു, സൽക്കാരം. അപ്പൊ നമ്മളിതൊക്കെ ചെയ്യുമ്പോ ഭഗവാൻ ഇങ്ങനെ കൊച്ചുകുട്ടി, അല്ലെ, നമ്മളെ അമ്മ നോക്കുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താ ഇവൻ കാണിക്കുന്നത്, ഇവരെന്താ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നമ്മൾ അത്രയും നിഷ്കളങ്കരാവുകയാണ്. അവിടെ ആ ഭഗവാൻ വന്നിരിക്കും, ശബരിയാവുകയാണ്. കടിച്ചിട്ട് ഭഗവാന് കൊടുത്തില്ലേ ശ്രീരാമനെ, അതുപോലുള്ളൊരു നിഷ്കളങ്കരാവുകയാണ് അവിടെ. ആ നിഷ്കളങ്കത്വമാണല്ലോ രാവിലെ, അല്ലെ, ബ്രഹ്മമുഹൂർത്തം. അപ്പൊ ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് സൽക്കാരം ചെയ്യുന്നു. അപ്പൊ എത്ര എണ്ണായി? ധ്യാനം, ആവാഹനം, സിംഹാസനം ചെയ്തു, പാദ്യം ചെയ്തു, അർഘ്യം ചെയ്തു. ഇനിയോ സ്നാനമാണ് പറയുന്നത്. വിഗ്രഹത്തെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ ഭഗവാനെ കുളിപ്പിക്കുന്നു. ഭഗവാനെ കുളിപ്പിക്കുക, എന്ത് വേണമെങ്കിലും കുളിപ്പിക്കാനുള്ള ഗംഗാജലമോ ഏത് ജലത്തിന് വേണമെങ്കിലും ഭഗവാനെ കുളിപ്പിച്ചോളൂ. പക്ഷെ ഭഗവാനെ ഇങ്ങനെ അതിനൊക്കെ നിന്ന് തരികയാണ്. ഭഗവാന്റെ മേലിൽ നമ്മളിങ്ങനെ സ്നാനം ചെയ്യിപ്പിക്കുക. ഈ സ്നാനം ചെയ്യിപ്പിക്കുക, അഭിഷേകം എന്ന് പറയേ, അല്ലെ, എന്തൊക്കെ അഭിഷേകം ഉണ്ട്, നെയ്യ് അഭിഷേകം, അഭാഭിഷേകം, ഇങ്ങനെയൊക്കെയുള്ള അഭിഷേകം ചെയ്യിപ്പിക്കുകയാണ്. അഭിഷേകം ചെയ്തിട്ട് വസ്ത്രം കൊടുക്കുക. അടുത്തത് ഏഴാമത്തത് വസ്ത്രമാണ്. വസ്ത്രം ഇടിവിപ്പിക്കുന്നു. ഭഗവാന് നല്ല നല്ല അടയാപ്, അല്ലെ, നമ്മൾ എന്തൊക്കെ ആ ഗുരുവായൂരപ്പനെയൊക്കെ അത്ര മനോഹരമാക്കി തീർക്കുന്നുണ്ട് ആ പൂജാരി, അല്ലെ, ആ മേൽശാന്തി. നമുക്ക് നട തുറക്കുമ്പോഴേക്ക് എന്തൊരു സുകുമാരി ഹരേ കൃഷ്ണ എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഗദ്ഗത കണ്ടനാവും. ആ ഉണ്ണികൃഷ്ണന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമായ ആ രൂപം ഇവിടെ നമ്മുടെ സത്യസായീശ്വരൻ പൂർണ്ണമായി ആ ഫിസിക്കൽ രൂപത്തിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അവിടെയാണ് നമ്മള് ഭഗവാനെ വസ്ത്രം കൊടുത്തു, മറ്റ് വസ്ത്രങ്ങളാൽ അലങ്കരിക്കുന്നു ഭഗവാനെ. അടുത്തത് യജ്ഞോപവീതം എന്ന് പറയും, പൂണൂലിടിപ്പിക്കുക എന്നാണ്. എട്ടാമത്തത് യജ്ഞോപവീതം എന്ന് പറഞ്ഞാൽ പൂണൂല് ധരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദനം, ഒമ്പതാമത്തെ ചന്ദനം പൂശുന്നു. ഭഗവാന് ചന്ദനം പൂശുന്നു. പിന്നെയോ പുഷ്പാർച്ചന ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യണം കേട്ടോ, നമ്മള് മാനസികമായിട്ട് ചെയ്യണം. ഭഗവാന്റെ പാദത്തിലേക്ക് ഇങ്ങനെ പുഷ്പങ്ങള്, ഭഗവാൻ ഇതൊക്കെ കൗതുകപൂർവ്വം നോക്കാണ്. സ്വാമിനൊക്കെ വൈകിത്തരികയാണ്. ധൂപം കാണിക്കുന്നു, ദീപം കാണിക്കുന്നു. ദീപങ്ങൾ എന്തൊക്കെ അലങ്കാരങ്ങൾ, പല പല ദീപങ്ങളാണ് നമ്മൾ ഭഗവാന് വേണ്ടി കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ അലങ്കൃതമാക്കുകയാണ്. ദീപാദികൾ, കർപ്പൂര ധൂപ ദീപാദികൾ, അല്ലെ. പിന്നെയോ നൈവേദ്യം വെക്കുന്നു ഭഗവാന്. 13-ാമത്തത് നൈവേദ്യം. ഭഗവാന്
ഇഷ്ടമുള്ള പലഹാരങ്ങളായിക്കോട്ടെ, എന്തായിരിക്കും. സ്വാമി ഒന്നും തൊടില്ല, നമുക്കറിയാം, എന്തോ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി. പക്ഷെ ഭഗവാൻ അത് സ്വീകരിക്കും. നമ്മൾ കൊടുത്താൽ, ഭക്തം കൊടുത്താൽ. നമ്മൾ എത്രയോ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്, പല സ്ഥലത്ത് ഫിസിക്കലായിട്ട് കൊടുത്ത അവിടെ വെച്ച നൈവേദ്യമൊക്കെ ഭഗവാൻ കഴിക്കുന്നതായിട്ടൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ട്. നൈവേദ്യം കൊടുക്കുന്നു. ഇവിടെ താമ്പൂലം, വെറ്റിലപ്പാക്ക് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് 14-ാമത്തത് താമ്പൂലാണ്. പിന്നെയോ നീരാഞ്ജനം. നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ ദീപാരാധനയാണ്. അവസാനം ആ നട തുറന്ന് ദീപാരാധനയാണ്. പകലിലും കൂരിരുളിലും ഈ നടയടക്കില്ല. ഇതിങ്ങനെ തുടർന്നോടെ ഇരിക്കും ഞാൻ. ദീപാരാധനയാണ് 15-ാമത്തെ. അവസാനം 16-ാമത്തെ സുവർണ പുഷ്പം സമർപ്പയാമി. സുവർണ പുഷ്പം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ശരിക്കും പറഞ്ഞാല് ഭഗവാന് സ്വർണം കൊണ്ട് ഒരു കാഴ്ചവെക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളാകുന്ന സ്വർണത്തെ ഭഗവാൻ ഈ കാഴ്ച ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടെയാണ് ആ പറയുന്ന ഷോഡശോപചാര പൂജ കഴിയുന്നത്. അപ്പൊ തുടക്കം ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം ധ്യാനിക്കുക. അത് നമ്മൾ എങ്ങനെ ധ്യാനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ. ആ പ്രശാന്ത നിലയത്തിലെ ഭഗവാൻ വരുന്ന ഒരു നമ്മളിങ്ങനെ ആവാഹിച്ചു കൊണ്ടുവരും. 2-ാമത്തെ ആവാഹനം. 3-ാമത്തത് സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുക. 4-ാമത്തത് പാദ്യം, പാദപൂജ. അങ്ങനെ എടുത്തോളൂ, പാദപൂജ, പാദ്യം. 5-ാമത്തത് അർഘ്യം. എഴുതേണ്ടവർക്കാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അർഘ്യം. 5-ാമത്തത് അർഘ്യം. 6-ാമത്തത് സ്നാനം, ഭഗവാനെ കുളിപ്പിക്കുക. 7-ാമത്തത് വസ്ത്രം, പട്ടുവസ്ത്രം ഉടുപ്പിക്കുക. 8-ാമത്തത് യജ്ഞോപവീതം, പൂണൂല്. യജ്ഞോപവീതം എന്ന് പറഞ്ഞാൽ പൂണൂല്. 9-ാമത്തത് ചന്ദനം, ചന്ദനാഭിഷേകം ചെയ്യുന്നു. പിന്നെയോ അടുത്തത് പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാർച്ചന ചെയ്യുന്നു ഭഗവാന്. മാല ധരിപ്പിക്കുന്നു, അല്ലെ, പുഷ്പമാലകൾ ധരിപ്പിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് എല്ലാത്തിനും റെഡിയായിട്ട് ആ പാവം ഭഗവാൻ ഇങ്ങനെ റെഡിയായിട്ട് ആ മന്ദസ്ഥിരം തോഴും കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ആ ഹൃദയ സിംഹാസനത്തിൽ ഇങ്ങനെ ആസനസ്ഥനായിട്ട് കൗതുകപൂർവ്വം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി തരികയാണ്. ഇതെയോ അടുത്തത് ദീപം. പുഷ്പം കഴിഞ്ഞ് ധൂപം കഴിഞ്ഞാണ് ദീപം. ധൂപം എന്ന് പറഞ്ഞാൽ അറിയല്ലോ, നമ്മൾ ആ ഭഗവാന് ധൂപം സമർപ്പിക്കാൻ നമ്മൾ അറിയല്ലോ, പല തരത്തിലുള്ള പുക ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞാണ് ദീപങ്ങൾ കാണിക്കുന്നത്. എന്ത് ദീപങ്ങൾ, എണ്ണമറ്റ ദീപങ്ങൾ. നമ്മുടെ സമിതികളിലൊക്കെ നമ്മള് കുറേ തിരികളുള്ള വിളക്കും 1000 തിരികളുള്ള വിളക്കായിക്കോട്ടെ. പക്ഷെ ആ ഹൃദയേശ്വരന് എത്ര ദീപങ്ങൾ, 1000 ദീപങ്ങളാൽ അലങ്കൃതമാക്കാം, 1,00,000 ദീപങ്ങളാക്കാം. എന്ത് ആ ദീപങ്ങളെ മുഴുവൻ ജ്വലിപ്പിക്കുക. ഇവിടെ ഭഗവാൻ ഇങ്ങനെ തേജസ്സാർന്ന് നിൽക്കുകയാണ്. അടുത്തത് നൈവേദ്യം സമർപ്പയാമി. നൈവേദ്യം, ധാരാളം നൈവേദ്യം. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, ഭഗവാൻ ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ കൊടുക്കാം. 14-ാമത്തത് താമ്പൂലം, വെറ്റിലപ്പാക്ക്. 15-ാമത്തത് നീരാഞ്ജനം. നീരാഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാരാധന. ഭഗവാനെ ദീപങ്ങൾ കൊണ്ട് നമ്മൾ ആ ദീപാരാധന നട തുറന്നിട്ട് ദീപാരാധന ചെയ്യുന്നു. അടുത്തത് സുവർണ സിംഹാസനം. സുവർണ സിംഹാസനം എന്ന് പറഞ്ഞാൽ സ്വർണം. ശരിക്കും പറഞ്ഞാൽ സുവർണ പുഷ്പം, സുവർണ സിംഹാസനമല്ല, സുവർണ പുഷ്പം. സുവർണ പുഷ്പം സമർപ്പയാമി. എന്താ സുവർണ പുഷ്പം സമർപ്പയാമി എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഭഗവാന് ബംഗാരു എന്ന് സ്വാമി വിളിക്കാറില്ലേ നമ്മളെ? ഭഗവാന്റെ സ്വർണ്ണ ഏതാ? നമ്മളാണ്. സുവർണ പുഷ്പം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരാർത്ഥം നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. അതിൽ ഇങ്ങനെ ലയിക്കുകയാണ് ഭഗവാനിൽ. ഞാൻ ശബരി ശ്രീരാമനിൽ ലയിച്ചതുപോലെ നമ്മൾ ഇങ്ങനെ ആ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഷോഡശോപച. ഇത് എല്ലാ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ് ഇത് ചെയ്യുന്നവർക്ക്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതിനു മുമ്പേ ഇതൊക്കെ ശീലിക്കണം. ഞാൻ അതിനു മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. 13 നൈവേദ്യം. ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞ സ്റ്റെപ്പിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഞാൻ അത് ഇത് കൂടി പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഇനി 4-5 മിനിറ്റ് ഉണ്ട് നിർത്തുന്നതിന് മുമ്പേ. ആർക്കില്ല. 5-ാമത്തെ അർഘ്യം, സൽക്കരിക്കുക. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. ധ്യാനം 1, 2 ആവാഹനം, 3 സിംഹാസനം, 4 പാദ്യം, 5 അർഘ്യം, 6 സ്നാനം, 7 വസ്ത്രം, 8 യജ്ഞോപവീതം അഥവാ പൂണൂല്, 9 ചന്ദനം, 10 പുഷ്പം,
12 ദീപം, 13 നൈവേദ്യം, 14 താമ്പൂലം, 15 നീരാഞ്ജനം, 16 സുവർണ പുഷ്പം. ഇത്രയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തതായിട്ട് നമ്മുടെ ഒരു 10 മിനിറ്റ് നമ്മൾ വിചാരിച്ചു സ്വാമിക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെയോ അവിടെയാണ് നമ്മൾ ആ ശിവമാനസ പൂജ പഠിക്കേണ്ടത്. ഞാനിത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നമ്മൾ അടുത്ത ക്ലാസ് തുറക്കുമ്പോൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇത് കുറച്ച് നമ്മൾ മനസ്സിൽ ഇങ്ങനെ അടിച്ച് ചെലുത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ സുവർണ പുഷ്പം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനെ നമ്മളെ തന്നെ സമർപ്പിച്ചല്ലേ. നമ്മുടെ ബംഗാരു എന്നല്ലേ നമ്മൾ വിളിക്കുന്ന ഭഗവാൻ. ഇതാ ബംഗാരു, ഇതാ വരുന്നു ഭഗവാൻ, ഇതാ വരുന്നു, ഞാനിതാ റെഡി സ്വാമി എന്ന് ശബരി പറഞ്ഞ പോലെ ആ സായി രാമനിൽ ലയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇത് സായി അവിടെ ശിവമാനസ പൂജ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ്. ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പറയുന്നത്. എത്രയോ വർഷക്കണക്കിന് ഞാനിത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. ഇതിന്റെ അനുഭൂതി മറ്റൊരു ധ്യാനത്തിന് നിങ്ങൾക്ക് കിട്ടില്ല. ഇത് അനുഭവിച്ച് ഇങ്ങനെ മതിയാവോ, എത്ര കഴിച്ചാലും മതിയാവില്ല. അത് ഇങ്ങനെ എത്ര കഴിച്ചാലും മതിയാവാത്ത പാനം ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ശിവമാനസ പൂജ ബൈഹാർട്ട് പഠിക്കണം. ഇത് ഒരു പ്രയാസമില്ലാതെ ഞാൻ എത്രയോ തവണ ഞാൻ ഇനിയും വേണമെങ്കിൽ അയച്ചു തരാം. ശിവമാനസ പൂജ ബൈഹാർട്ട് പഠിക്കണം, അതിന്റെ അർത്ഥവും പഠിക്കണം. ഈ ശിവമാനസ പൂജ ഓരോ വരിയും ചൊല്ലുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന 16 പടികളാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഞാനിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോ ആ ശിവമാനസ പൂജ ഒന്ന് പാടാം. നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് കേൾക്കാൻ പറ്റുമെന്ന് നോക്കൂട്ടോ. ഈ 16 പൂജകളും നിങ്ങൾക്ക് അതിൽ കേൾക്കാം. പക്ഷെ ഞാനിപ്പോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും പറയില്ല, നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഞാനത് പാടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാവരും ആ ഭഗവാനെ ആവാഹിച്ചെടുത്ത് ആ ഹൃദയമാകുന്ന സിംഹാസനത്തിലേക്ക് ഒന്ന് ഇരുത്തിയതിനു ശേഷം ഇതൊന്ന് കേൾക്കൂട്ടോ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം രത്നേ കൽപ്പിതമാസനം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാംഗിതം ചന്ദനം ജാതി ചമ്പക ബില്വപത്രരചിതം പുഷ്പം ച ധൂപം തദാ ദീപം ദേവദയാനിധി പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദതിയുധം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം സത്യാപ്രഭോ ശ്രീഗുരും ശത്രം ചാമരയോർയുഗം വിജനകം ച ആദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹളകള ഇതം ച നൃത്യം തദാ സാഷ്ടാംഗം പ്രണതിർസ്തുതിർബഹുവിധ ഹേതത് സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാ ഗൃഹാണ പ്രഭോ ആത്മാത്വം ഗിരിജാമതിം സഹജരാ പ്രാണ ശരീരം ഗൃഹം പൂജാദേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതിം സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. നമുക്കിത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന്. ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത നമ്മൾ ഈ കൃത്യസമയത്ത് നിർത്തേണ്ടതുള്ളതുകൊണ്ട് ഭഗവാന്റെ
അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ധ്യാനം ശരിക്കും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് ഈ ഭാഗം തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ ഭാഗം ജ്യോതിർധ്യാന പ്രക്രിയയിലേക്ക് കടത്താം. അടുത്ത ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം പരമാവധി. എന്തായാലും ശരി, ഇന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. 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 എല്ലാരും കേൾക്കേണ്ട ഒരു കാര്യം പറയാം. പറഞ്ഞു തീർക്കാം. ഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു ശാന്തി Bye.